കർത്താവിന്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. प्रभु की अति पवित्र नाम की स्तुति और महिमा हो. ഇന്ന് രാത്രിയിൽ നിങ്ങളോട് ഒന്നിച്ചൊരു ആത്മീയ കൂട്ടായ്മ അനുഭവിക്കുവാൻ കർത്താവ് തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. इस तरह एक सहभागिता जो प्रभु ने मुझे आपके सबके साथ दिया है, उसके लिए मैं प्रभु को धन्यवाद देता हूँ. ഇങ്ങനെ ഒരു ബൈബിൾ സ്റ്റഡി സംഘടിപ്പിക്കുന്ന പ്രിയ വാപ്പി ബ്രദർ അസംബ്ലിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. इस तरह एक बाइबल स्टडी आयोजित करने वाले वापी कलीसिया को भी मैं प्रभु के नाम पे धन्यवाद देता हूँ. കർത്താവ് നമ്മെ ഓരോ സ്ഥലങ്ങളിലായിട്ട് പരിപാലിക്കുകയും കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി നിലനിർത്തുകയും ചെയ്യുന്നു എന്നുള്ളത് സ്തോത്രത്തിന്റെ വിഷയമാണ്. നമുക്ക് കർത്താവിനെ ആ വിഷയം ഓർത്ത് സ്തുതിക്കാം. प्रभु के नाम की हम स्तुति और महिमा करते रहेंगे, क्योंकि जहाँ कहीं पर भी प्रभु ने हमें रखा है, वहां पर प्रभु ने हमें सुरक्षित रखा है. കഴിഞ്ഞ അനേക നാളുകളായി വാപ്പി ബ്രദർ സഭയെയും അവിടെയുള്ള കർത്തൃദാസനെ കുടുംബമായി അതോടൊപ്പം അവിടെയുള്ള ചില വിശ്വാസ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുവാനുള്ള അവസരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. पिछले दिनों में वापी कलीसिया, वहां के परमेश्वर के दास, केवल इतना ही नहीं परंतु चंद परिवारों को याद करते हुए हमें प्रार्थना करने का अवसर प्रभु ने दिया है. ഈ നാളുകളിലൊക്കെ പ്രത്യേകമായി ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിലും വാപ്പി ബ്രദർ സഭയെ പ്രാർത്ഥനയിൽ തുടർമാനമായി പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. और केवल इतना ही नहीं परंतु आने वाले दिनों में भी प्रभु ने यह अवसर रखा है कि हम चंद विषयों को याद करते हुए वापी कलीसिया को हमारे प्रार्थना में याद रखें. കർത്താവ് നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. प्रभु हमारी सहायता और मदद करे. പ്രത്യേകിച്ച് ഒരു പ്രത്യേക പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലൂടെ നാം എല്ലാവരും കടന്നു പോകുമ്പോൾ വളരെ ദൈവകൃപ നമുക്ക് ആവശ്യമാണ്. കർത്താവ് നമുക്ക് ആവശ്യമായിരിക്കുന്ന ദൈവകൃപയും തന്റെ വചനത്താലുള്ള ആത്മീക ബലവും നമുക്ക് എല്ലാവർക്കും നൽകുവാനായിട്ട് ഇടയായിട്ട് തീരട്ടെ. खास करके इस समय पर जब बहुत सारे समस्याओं के बीच दुनिया गुजर रही है, हम गुजर रहे हैं, उस वक्त परमेश्वर अपने अनुग्रह के द्वारा, उनके वचन के द्वारा हमें आगे बढ़ाने में मदद करे. പ്രതിസന്ധികളും പ്രശ്നങ്ങളും വൈതരണകളും ഒക്കെ സംഭവിക്കുമ്പോൾ അതിന്റെ നടുവിൽ ദൈവജനം പിന്മാറുകയോ തളരുകയോ ചെയ്യുകയല്ല, കൂടുതൽ ബലപ്പെട്ട് കർത്താവിനോട് നിലനിൽക്കുക എന്നുള്ളതാണ് ദൈവവചനത്തിലൂടെ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. परमेश्वर उनके वचन के द्वारा हमारे बारे में यही चाहते हैं कि जब परेशानियां, परिस्थितियां खराब जब होती है, उस वक्त हम पीछे ना हटे परंतु दुगनी शक्ति के साथ हम आगे बढ़े. ഈ ബലവും ശക്തിയും ലഭിക്കുന്നത് യഥാർത്ഥ ദൈവവചനത്തിൽ നിന്നാണ്. ये बल और शक्ति जो हमें प्राप्त होता है वो सच मानो तो परमेश्वर के वचन के द्वारा है. നാം ബലഹീനരായി പിന്മാറി പോകുന്ന സന്ദർഭത്തിൽ ദൈവം നമ്മളെ കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നുവോ അത് നമ്മിൽ പ്രാവർത്തികമാകുവാനായിട്ട് കഴിയുകയില്ല. इन परिस्थितियों में परमेश्वर जो हमसे चाहते हैं वो वचन के द्वारा कई बार प्रायोगिक रूप में वो सत्य होता है. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മെ ബലപ്പെടുത്തുന്ന ചില ആത്മീയ ചിന്തകളാണ് ഈ ദിവസങ്ങളിൽ പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. हमारे आत्मिक जीवन में चंद ऐसे विषय हैं जो हमारे लिए लाभदायक ठहरेंगे, उसके विषय में हम याद करेंगे. നാം ആയിരിക്കുന്ന ചില ആത്മീകമായിരിക്കുന്ന പിന്നോക്കാവസ്ഥയെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു നാളുകളിൽ നാം അതിൽ നിന്നൊക്കെ ഒരു വലിയ മുന്നേറ്റം നമുക്ക് ആവശ്യമാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി ചില കാര്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. हम जरा उन विषयों को याद करेंगे जो आत्मिक तौर पे हमें कमजोर बना देती है, और आने वाले दिनों में वो हमें मदद करेंगे कि हम उसमें से निकलकर आगे बढ़ सके. മുഖവരയായി കൂടുതൽ വാക്കുകൾ പറയാതെ ഞാനൊരു വാക്യം തിരുവചനത്തിൽ നിന്ന് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. मैं एक वचन पढ़कर शुरू करना चाहूंगा. നഹൂമിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യമാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. सबसे पहले नाहूम का किताब, उसका 2रा अध्याय और उसका पहला वचन मैं पढ़ना चाहूंगा. അവിടെ മലയാളത്തിൽ ഞാൻ ആദ്യം വായിക്കാം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, അരമുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കാം. वहां पर इस प्रकार लिखा है, सत्यानाश करने वाला तेरा विरुद्ध चढ़ आया है, गढ़ को दृढ़ कर, मार्ग देखता हुआ चौकस रह, अपनी कमर कस, अपना बल बढ़ा दे. ഈ വാക്യത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ആവശ്യമായിരിക്കുന്ന ആലോചനകളെ ധാരാളമായിട്ട് നമുക്ക് നൽകുമാറാകട്ടെ. परमेश्वर सहायता और मदद करे कि पढ़े हुए इस वचन से परमेश्वर का जो रहस्य है और सत्य है हम समझ पाए. നഹൂമിന്റെ പുസ്തകത്തെ കുറിച്ചുള്ള ഒരു പഠനമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. मैं नाहूम के किताब के बारे में एक पढ़ाई नहीं चाहता हूँ. എന്നാൽ ഈ വായിച്ച വാക്യത്തിന്റെ പശ്ചാത്തലം ലഘുവായിട്ടൊന്ന് വിവരിച്ചതിന് ശേഷം ഇതിൽ നിന്ന് ലഭിക്കുന്ന ആത്മീക ചിന്തകൾ ദൈവാത്മാവിന്റെ സഹായത്തോടുകൂടെ പങ്കുവയ്ക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. परंतु पढ़े हुए इस वचन के पृष्ठभूमि के बारे में आपके साथ में बांटना चाहूंगा, जिसके द्वारा परमेश्वर के सत्य को हम ज्यादा गहराई के साथ समझ पाए. നഹൂമിന്റെ പുസ്തകം നാം എല്ലാവരും വായിച്ചിട്ടുള്ളവരാണ്. हमने सब ने नाहूम का ये किताब पढ़ा होगा. ചിലരെങ്കിലും പഠിക്കുകയും അതോടൊപ്പം ഈ
ഭാഗത്തു നിന്ന് ഈ പുസ്തകത്തിൽ നിന്ന് പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരുണ്ട് എന്ന് എനിക്കറിയാം. और मैं ये भी जानता हूं कि आप में से चंद लोगों ने इसके बारे में पढ़ाई भी की होगी और कुछ लोगों ने पढ़ाया भी होगा. ഈ പുസ്തകത്തെ സംബന്ധിച്ച് പൊതുവായ ചില കാര്യങ്ങൾ നാം പറയുകയാണെങ്കിൽ, इस किताब के बारे में अगर साधारण रूप में अगर हम कहें तो ഈ പുസ്തകം ആരംഭിക്കുമ്പോൾ അതിന്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇത് നിനവേ പട്ടണത്തെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. अगर इसके बारे में हम ध्यान से देखें तो इसका पहला वचन जो कहता है वो ये समझाता है कि ये निनवे नगर के बारे में कुछ बोलना चाहता है. അശൂർ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനവും ആ സാമ്രാജ്യത്തിൽ ഏറ്റവും പ്രബലമായ ഒരു പുരാതന പട്ടണമായിരുന്നു നിനവേ. अशूर जो साम्राज्य था उस साम्राज्य में सबसे पुराना और प्रसिद्ध एक नगर था निनवे नगर. ഈ പട്ടണത്തെ, നിനവേ പട്ടണത്തെ സംബന്ധിച്ച് 2 പ്രവചനങ്ങളാണ് പ്രധാനമായും തിരുവെഴുത്തിലുള്ളത്. इस निनवे नगर के संबंध में 2 भविष्यवाणियां खास करके वचन में लिखी गई है. അത് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. वो कौन सी हैं हमें पता है. ഒന്ന് ഈ നഹൂമിന്റെ പുസ്തകമാണ്. 2 ഇതിന് തൊട്ട് മുമ്പ് ഉള്ള യോനയുടെ പുസ്തകമാണ്. एक तो ये नाहुम के किताब में उसके बारे में हम समझ पाते हैं और दूसरा इसके पहले जो किताब लिखा गया अर्थात योना का किताब उसके अंदर हम उसे पाते हैं. യോനയുടെ പുസ്തകം കൊച്ചുകുട്ടികൾക്ക് പോലും, യോനയുടെ കഥ കൊച്ചുകുട്ടികൾക്ക് പോലും വളരെ പരിചിതമാണ്. हम जानते हैं कि योना के संबंध में जो कहानी है वो बच्चे तक जानते हैं. യോനയുടെ പുസ്തകത്തിൽ നിനവയെ കുറിച്ച് ഒരു നിനവയ്ക്കെതിരായി ഒരു പ്രസംഗിക്കുവാനായിട്ട് ന്യായവിധിയെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുവാനായിട്ടാണ് നിനവയിലേക്ക് യോന പ്രവാചകനെ പറഞ്ഞയച്ചത്. हम जानते हैं कि योना भविष्यवक्ता को इसलिए निनवे भेजा गया था ताकि वो वहां पर जाके उनके खिलाफ या उनके ऊपर आने वाली सजा के बारे में बोल सके. നിനവേ പട്ടണത്തിന് വരാനിരിക്കുന്ന ന്യായവിധിക്ക് വേണ്ടി മാനസാന്തരപ്പെടുവാൻ, അല്ലെങ്കിൽ ന്യായവിധിക്ക് മുമ്പായി നിനവേ പട്ടണത്തിലെ ജനങ്ങൾ മാനസാന്തരപ്പെടണം എന്നായിരുന്നു യോന പ്രസംഗിച്ചത്. अर्थात ये कि योना ने उन्हें वहां पर जाकर इस प्रकार उन्हें बताना था जो सजा उनके ऊपर आने वाला है, जो न्याय उनके ऊपर आने वाला है, उनसे वो मन फिराएं, अपने पाप से मन फिराएं और खुद को बचा लें. യോനയുടെ പുസ്തകം അവസാനിക്കുമ്പോൾ അവിടുത്തെ ജനം മാനസാന്തരപ്പെട്ടതായി നാം കാണുന്നു. हम जानते हैं योना का किताब जो अंत होता है उस नगर के लोग वहां पर पश्चाताप करते हैं, उसके बारे में हम पढ़ते हैं. യഹോവയുടെ ദയയും ദീർഘക്ഷമയും വെളിപ്പെടുത്തിയ രംഗമായിരുന്നു നിനവയിലെ ജനങ്ങളുടെ മാനസാന്തരം. हम जानते हैं कि उनका पश्चाताप करना परमेश्वर के दया को और उनके धीरज को दिखाता है. യോനയുടെ പുസ്തകത്തിൽ ദീർഘക്ഷമയുള്ള യഹോവയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. हम देखते हैं कि योना की किताब में धीरज से भरे हुए, दया से भरे हुए एक परमेश्वर के चित्र को हम पाते हैं. ഈ ജനം മാനസാന്തരപ്പെട്ടപ്പോൾ അവരോട് ദൈവത്തിന് അയ്യോ പാപം തോന്നി എന്നാണ് നാം വായിക്കുന്നത്. हम जानते हैं कि जब इन्होंने पश्चाताप किया उस वक्त परमेश्वर के मन में इनके प्रति दया उत्पन्न हुई. യോന അവരോട് പ്രസംഗിച്ച മുന്നറിയിപ്പിന്റെ പ്രസംഗം അവർ കേട്ട് മാനസാന്തരപ്പെട്ടു. അതോടനുബന്ധിച്ച് ദൈവത്തിന് അവരോട് അയ്യോ ഭാവം തോന്നി. हम देखते हैं कि योना ने वहां पर प्रचार किया, वहां पर उनको सत्य बताया और सत्य सुनकर उन्होंने पश्चाताप किया और पश्चाताप करने पर परमेश्वर के मन में उनके प्रति दया उत्पन्न होती है. ഈ ചരിത്രം ആണ് യോനയുടെ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത്. हम जानते हैं कि इस सत्य को और इस चित्र को योना की किताब में दिखाया गया है. എന്നാൽ ഈ പ്രസംഗത്തിന് ശേഷം നിനവേ പട്ടണത്തിലെ ആളുകൾ മാനസാന്തരപ്പെട്ടതിന് ശേഷം പിന്നെ ഇവർ 150 വർഷം കഴിഞ്ഞപ്പോൾ നിനവയിലെ ജനങ്ങൾ വീണ്ടും വലിയ മ്ലേച്ഛമായ വഷളത്വത്തിലേക്ക് തിരിഞ്ഞു എന്ന് നാം ചരിത്രത്തിൽ വായിക്കുന്നു. परंतु हम इस प्रकार इतिहास में पढ़ते हैं इस घटना के बाद करीब 150 साल के बाद हम देखते हैं निनवे के जो लोग हैं वो फिर से कठोर और गंभीर पापों में गिरते हैं. നിനവേ പട്ടണം അല്ലെങ്കിൽ നിനവയിലുള്ള നിവാസികൾ ദൈവത്തിനെതിരായി മ്ലേച്ഛമായ ജീവിതവും വളരെ ദുഷ്ടത പ്രവർത്തിച്ച് ജീവിക്കുകയും ചെയ്തു. हम देखते हैं कि उस नगर के लोग जो है वो परमेश्वर के खिलाफ जाते हैं और काफी दुष्टता से भरे हुए जीवन को बिताते हैं. അങ്ങനെ നിനവേ പട്ടണത്തിലെ ജനങ്ങൾ വീണ്ടും ഈ മഹാപാപത്തിന് അടിമകളായി തീർന്നപ്പോൾ അവരെ നശിപ്പിക്കും എന്നുള്ള ആ മുന്നറിയിപ്പാണ് നഹൂം പ്രവാചകനിലൂടെ നിനവയിലെ ആളുകൾക്ക് ഇവിടെ നൽകുന്നത്. इस प्रकार जब वो उनके जिंदगी में खराब हो चुके थे और एक दुष्टता से भरे हुए जीवन को बिताते थे, उस वक्त परमेश्वर का वचन आता है कि उन्हें नाश कर दिया जाएगा और उस वक्त नाहूम के शब्द यहाँ पर उनके सामने प्रस्तुत किया जाता है. യോനയുടെ പുസ്തകത്തിൽ നിനവേ പട്ടണക്കാർക്ക് ദൈവം ദീർഘക്ഷമ കാണിച്ചെങ്കിൽ ഈ നഹൂമിന്റെ പുസ്തകത്തിൽ നിനവേ പട്ടണക്കാരോട് ദൈവം തീഷ്ണത പ്രവർത്തിക്കുന്ന രംഗമാണ് കാണുന്നത്.
हम देखते हैं कि योना की किताब में अगर धीरज और दया परमपिता परमेश्वर उन्हें दिखाता है, तो नाहूम के किताब में वही परमेश्वर यहाँ पर एक गंभीर स्थिति पे आकर उनके साथ व्यवहार करने की कोशिश करते हैं। നിനവെ പട്ടണത്തിലെ ദുഷ്ടതയ്ക്കെതിരെ ദൈവം തീക്ഷ്ണതയോടെ ന്യായം വിധിക്കുകയാണ്. यहाँ पर काफी गंभीरता के साथ इस नगर के साथ वो न्याय करने की कोशिश करते हैं। നമുക്ക് പിന്നീടുള്ള ചരിത്രം നമുക്ക് പഠിക്കുമ്പോൾ അറിയാം, നിനവെ പട്ടണത്തിന് പട്ടണത്തോട് ദൈവം ന്യായവിധി അയച്ചതായിട്ട് നാം വായിക്കുന്നു. हम जानते हैं कि आगे पढ़ने पर हमें समझ में आता है इस नगर के ऊपर परमेश्वर का न्याय उसके बाद भेजा गया था। ദൈവത്തിന്റെ തീക്ഷ്ണതയെ വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് ഈ നഹൂമിന്റെ പുസ്തകം. परमेश्वर की गंभीरता और परमेश्वर का जो आग है उसे दिखाने वाला एक किताब के रूप में हम नाहूम की किताब को देख सकते हैं। നാം ചരിത്രത്തിൽ വായിക്കുന്നത് ഈ പട്ടണം, ഈ പ്രബലമായ പട്ടണത്തിന്റെ രാജാവ് സൻഹരീബ് ഹിസ്കിയ രാജാവിന്റെ കാലത്ത് യഹൂദയെ ആക്രമിച്ച ചരിത്രം നാം യെശയ്യാ പ്രവചനത്തിൽ വായിക്കുന്നുണ്ട്, 36-37 അധ്യായങ്ങൾ. हम एशिया का किताब उसका 33वें अध्याय में राजा स्क्रेप के बारे में समझते हैं कि वो हिजकिय्याह के समय से वो वहां पर उनके लिए काम करते हुए हम पाते हैं। ഈ പാപത്തിൽ വസിക്കുന്ന ദുഷ്ടത നിറഞ്ഞ ഈ പട്ടണത്തിന് മതിലുകൾ ഉണ്ടായിരുന്നു. इस पाप से भरे हुए इस नगर के इर्द गिर्द हम देखते हैं एक बाड़ा बांधा गया था। വലിയ ബലവത്തായ കോട്ടകൾക്ക് നടുവിൽ, കോട്ടകൾക്കുള്ളിലായിരുന്നു, ആ കോട്ടയ്ക്കുള്ളിലായിരുന്നു ഇവിടുത്തെ ജനം അധിവസിച്ചിരുന്നത്. यहाँ के लोग एक बहुत ही अच्छे बाड़ा जो बनाया गया था शहर के, नगर के इर्द गिर्द, उसके अंदर ये वास करते थे। ശക്തമായ കോട്ടയ്ക്കുള്ളിൽ വസിച്ചിരുന്ന ഇവർ ചെയ്യുന്ന ദുഷ്ടത അതിഹീനമായ, ദൈവം മുമ്പാകെ ഹീനമായ ദുഷ്ടതയായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. हम जानते हैं कि इन 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 इस नगर के अंदर वास करने वाले ये लोग जो इस बाड़े के अंदर बिल्कुल सुरक्षित थे, वो एक घटिया किस्म के जीवन को बिताने में रुचि दिखाते थे। ഇങ്ങനെ സുരക്ഷിതവും ശിശുത്വവുമായ നിലയിൽ ജീവിച്ചിരുന്ന ഈ നിനവെ പട്ടണക്കാരുടെ മനോഭാവം എന്ന് പറയുന്നത് കവർച്ച ചെയ്യുക, കീഴടക്കുക എന്നുള്ളതായിരുന്നു. മറ്റുള്ളവരെ കവർച്ച ചെയ്യുക, മറ്റുള്ളവരെ കീഴടക്കുക എന്നുള്ളതായിരുന്നു അവരുടെ മനോഭാവം. केवल उनका जिंदगी बुरा था इतना ही नहीं, परंतु उनका एक सोच विचार इस प्रकार का था कि वो दूसरों के ऊपर हावी हो जाए और उनको अपने गुलामी में ले आए। അതുകൊണ്ടാണ് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് അവർ യുദ്ധം ചെയ്യുകയും അവരെ പരാജയപ്പെടുത്തുകയും അവരെ കവർച്ച ചെയ്യുകയും ചെയ്തത്. कि इसलिए ही वो इजराइल जैसे देश के साथ वो लड़ते थे, झगड़ते थे और उन्हें लूट मार कर उन्हें अपना गुलाम बनाने की कोशिश करते थे। ഈ അശൂർ സൈന്യം ഇസ്രായേൽ അല്ലെങ്കിൽ അവിഭക്ത ഇസ്രായേലിന്റെ വടക്ക് ഭാഗമായിരിക്കുന്ന ഇസ്രായേലിനെയും തെക്ക് യഹൂദയെയും ഒക്കെ ആക്രമിച്ച ചരിത്രം നാം തിരുവെഴുത്തിൽ വായിക്കുന്നു. हम परमेश्वर के वचन में इस प्रकार पढ़ते हैं, अशूर जिन्होंने इजराइल के ऊपर धावा बोला था, इस प्रकार अलग अलग स्थानों से इजराइल ने बहुत सारे सताव को सहा है। അങ്ങനെ ദുഷ്ടതയിൽ ജീവിക്കുന്ന നിനവെ പട്ടണക്കാരോട് ദൈവം ന്യായവിധി അയക്കുന്ന ആ ദൈവത്തിന്റെ അരുളപ്പാടുകളാണ്, പ്രവചനമാണ് നഹൂമിന്റെ പുസ്തകത്തിലുള്ളത്. और इस प्रकार के दुष्टता से भरे हुए जीवन को बिताने वाले निनवे के लोगों के संबंध में पिता परमेश्वर ये वचन उनके सामने रखता है। ഈ പുസ്തകത്തിൽ തീഷ്ണതയുള്ള ന്യായവിധിക്കായി തീഷ്ണതയോടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് ഈ പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. यहाँ पर हम देखते हैं कि एक ऐसा परमेश्वर जिसके अंदर आग है कि वो अपने न्याय को इन लोगों के ऊपर दिखाए। ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് പുസ്തകങ്ങളിൽ, യോനയിലും നഹൂമിന്റെ പുസ്തകത്തിലും, ദീർഘക്ഷമയുള്ള ദൈവത്തെയും തീഷ്ണതയുള്ള ദൈവത്തെയും, ദൈവത്തിന്റെ രണ്ട് സ്വഭാവങ്ങളെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. संक्षिप्त में कहा जाए तो हम इस प्रकार समझ सकते हैं, योना का किताब और नाहूम की किताब में हम एक ऐसे परमेश्वर को देखते हैं जिसमें धीरज और शांति और दया है, और दूसरे में हम इस प्रकार देखते हैं जहां पर एक आग है जो न्याय करना चाहते हैं। പ്രിയമുള്ളവരെ, നാം പിൻപറ്റുന്ന, നാം ഭയപ്പെടുന്ന നമ്മുടെ ദൈവം, ഈ ദൈവം ദീർഘക്ഷമയുള്ളവരാണ്, അതേ സമയം തന്നെ തീഷ്ണതയുള്ള ദൈവം കൂടെയാണ്. हम देखते हैं जिस परमेश्वर की हम आराधना करते हैं, जिससे जिसका हम भय मानते हैं, वो एक ऐसा परमेश्वर है जिसमें दया है, अर्थात वही परमेश्वर ऐसा परमेश्वर भी है जो न्याय करने से पीछे नहीं हटते। റോമർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. റോമൻസ് ചാപ്റ്റർ 11 വേഴ്സ് 22. रोमियो का किताब उसका 11वां अध्याय और उसके 22वें वचन में हम इस प्रकार पढ़ते हैं। മലയാളത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ആകയാൽ ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. इसलिए इस प्रकार लिखा गया है, इसलिए परमेश्वर की कृपा और कड़ाई को देख। ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും लिखा है कि कृपा और कड़ाई को देख।
ദൈവത്തിന്റെ രണ്ട് പ്രധാന സ്വഭാവങ്ങൾ. ഒന്ന് ദൈവം ദയയുള്ള ദൈവമാണ്. एक तो हम इस प्रकार समझते हैं कि परमपिता परमेश्वर जो है वो कृपा और दया से भरे हुए हैं, രണ്ട്, ഈ ദൈവം ഖണ്ഡിതമായി പ്രവർത്തിക്കുന്നവനാണ്. परंतु केवल इतना ही नहीं, दूसरे स्थान में हम ये भी देखते हैं कि ये परमेश्वर कड़ाई के साथ व्यवहार करने वाला परमेश्वर है। ഈ ദൈവത്തിന്റെ ദയയെ കുറിച്ച് തിരുവചനത്തിൽ എത്രയോ വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. इस परमेश्वर के विषय में, उनके कृपा के विषय में हम कितने ही स्थानों में हम परमेश्वर के शास्त्र में पढ़ सकते हैं। 118 സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. 2-ാം വാക്യം മുതൽ हम देखते हैं भजन 118 उसके दूसरे वचन से जब हम पढ़ने की कोशिश करते हैं, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഇസ്രായേൽ പറയട്ടെ. वहां पर हम इस प्रकार पढ़ते हैं कि इज़राइल कहे उसकी करुणा सदा की है, അഹരോൻ ഗൃഹം പറയട്ടെ, अहरोन का घराना कहे, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് യഹോവ ഭക്തർ പറയട്ടെ. लिखा है कि यहोवा के डरवैये कहें कि उसकी करुणा सदा की है। ദൈവത്തിന്റെ ദയ എന്നേക്കുമുള്ളതാണ്. उनकी करुणा, परमेश्वर की करुणा सदा की है। 136-ാം സങ്കീർത്തനത്തിൽ യഹോവയുടെ ദയയെക്കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. हम देखते हैं भजन 136 जब हम पढ़ते हैं, बार बार परमेश्वर की करुणा के बारे में वहां पर हम पढ़ सकते हैं। അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. इस प्रकार लिखा है क्योंकि वो भले हैं, उनकी करुणा सदा की है। ആ സങ്കീർത്തനത്തിൽ 136-ാം സങ്കീർത്തനത്തിൽ 26 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുക, അവന്റെ ദയ എന്നേക്കുമുള്ളത്. 136वें भजन में हम करीबन 26 बार इस वचन को दोहराते हुए पढ़ते हैं कि उनकी करुणा सदा की है। യഹോവ ദയയുള്ള ദൈവമാണ്. हम जानते हैं कि परमेश्वर अर्थात यहोवा जो है वो करुणा से भरे हुए परमेश्वर हैं। ദൈവത്തിന്റെ ദയ എത്രയോ വലിയതാണ്. प्रभु की दया, उनकी करुणा, उनकी कृपा कितना ही महान है। കർത്താവിന്റെ അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന നമുക്ക് ഓരോരുത്തർക്കും എത്രയോ ആവർത്തിച്ച് പറയുവാൻ കഴിയുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അവന്റെ ദയ എന്നേക്കുമുള്ളത്. उनके ऊपर आश्रय रखने वाले हम जैसे लोगों को कितना ही संतुष्टि मिलती है ये बात दोहराते हुए कि हमारे परमेश्वर, उनकी करुणा सदा की है। അത് നമ്മെ ശക്തിപ്പെടുത്തുന്നതും നമ്മെ ധൈര്യപ്പെടുത്തുന്നതുമാണ്. हम देखते हैं कि वो हमें सामर्थ्य देता है, वो हमें शक्ति देता है, അത് നമ്മെ ഉത്സാഹിപ്പിക്കുന്നതാണ്. वो हमें उत्साहित करते हैं आगे बढ़ने के लिए। നമ്മുടെ പ്രയാസങ്ങളുടെ പ്രശ്നങ്ങളുടെ ഒക്കെ മധ്യേ നമുക്ക് ധൈര്യം നൽകുന്നതാണ്. हमारे समस्याओं के बीच में, हमारे परेशानियों के बीच में ये कहना हमें शक्ति और सामर्थ्य देता है। യഹോവ ദയയുള്ള ദൈവം. हम देखते हैं कि यहोवा करुणा से भरे हुए एक परमेश्वर है। ഈ ദയയുള്ള ദൈവമാണ് നിനവയോട് അയ്യോഭാവം കാട്ടിയത്, ദയ കാണിച്ചത്. हम देखते हैं कि ये परमेश्वर ने निनवे के प्रति एक दया दिखाने का प्रयास किया। 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, യോഹന്നാന്റെ പുസ്തകം 4-ന്റെ 11 അങ്ങനെ വായിക്കുന്നു. योना का किताब उसका चौथा अध्याय उसके 11वें वचन में हम इसके बारे में पढ़ते हैं। പ്രിയമുള്ളവരെ, നാം തിരുവെഴുത്ത് മുഴുവൻ പഠിക്കുമ്പോൾ जब हम, हे प्रियो, जब हम शास्त्र पूरा शुरू से लेकर अंत तक पढ़ते हैं, ദയയും കൃപയുമുള്ള ദൈവത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ തന്നെ തീഷ്ണതയോടെ പ്രവർത്തിക്കുന്ന, ന്യായം വിധിക്കുന്ന, ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെയും കൂടെ തിരുവെഴുത്തിൽ നാം പഠിക്കുന്നുണ്ട്. हम देखते हैं जब हम कृपा से भरे हुए, धीरज से भरे हुए परमेश्वर की पढ़ाई करने की कोशिश करते हैं, उसी समय पर शास्त्र की शुरू से लेकर अंत तक हम एक ऐसे परमेश्वर को भी देखते हैं जो जो आग के साथ न्याय करने के लिए भी तैयार हो जाते हैं। നാം ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൽ 24-ാം വാക്യം വായിക്കുമ്പോൾ, ആവർത്തനം 4-24 ഇങ്ങനെ വായിക്കുന്നു, जहां पर हम व्यवस्था विवरण उसका चौथा अध्याय और उसका 6वां वचन हम जब पढ़ते हैं, യഹോവ നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ, തീഷ്ണതയുള്ള ദൈവം തന്നെ. कैन यू प्लीज रिपीट द रेफरेंस? ആവർത്തന പുസ്തകം 4-24 व्यवस्था विवरण उसका चौथा अध्याय और उसका 24वां वचन हम यहाँ पर इस प्रकार पढ़ते हैं, क्योंकि तुम्हारा परमेश्वर यहोवा भस्म करने वाली आग है, वो जल उठने वाला परमेश्वर है। ദൈവം യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ, हम देखते हैं कि वो भस्म करने वाला आग है, തീഷ്ണതയുള്ള ദൈവം തന്നെ. वो जल उठने वाला परमेश्वर है। തിരുവെഴുത്ത് മുഴുവൻ ഈ ഒരു പ്രത്യേകത നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. परमेश्वर के शास्त्र में हर जगह पर हम एक इस प्रकार का विशेषता परमेश्वर के बारे में पढ़ते हैं। പാപത്തിനെതിരെ, ദുഷ്ടതയ്ക്കെതിരെ ദൈവത്തിന്റെ തീഷ്ണത വെളിപ്പെടുത്തിയ അനേക സംഭവങ്ങൾ തിരുവെഴുത്തിൽ നാം പഠിക്കുന്നുണ്ട്. हम जानते हैं कि पाप के खिलाफ इस प्रकार जल उठने वाले परमेश्वर के बारे में और उसके उस प्रकार के अलग अलग घटनाओं को पवित्र शास्त्र में अलग अलग जगहों पर हम पढ़ते हैं।
ഒരു നല്ല ഉദാഹരണമാണ് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്ന സൊദോം ഗൊമോറയോടുള്ള ബന്ധത്തിൽ ദൈവം ഇടപെട്ട സംഭവം. एक बहुत ही अच्छा उदाहरण सोदोम और गोमोरा के संबंध में उत्पत्ति उसके 19वें अध्याय में हम पढ़ते हैं. ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും ഒരുപോലെ കാണുവാൻ കഴിയുന്ന ഒരു സംഭവമാണത്. हम जानते हैं कि परमेश्वर की दया, कृपा और परमेश्वर का न्याय एक ही स्थान पे एक ही समय पर हम वहां पर देख सकते हैं. 19-ാം അധ്യായത്തിൽ യഹോവയായ ദൈവം സൊദോം ഗൊമോറയെ നശിപ്പിക്കുന്ന രംഗമാണ് നാം കാണുന്നത്. हम जानते हैं कि उत्पत्ति उसके 19वें अध्याय में सोदोम और गोमोरा को नाश करने वाले एक चित्र को वहां पर हम पढ़ते हैं. എന്നാൽ 18-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് परंतु जब 18वें अध्याय में आते हैं और उसके आखिरी भाग को जब हम पढ़ते हैं, യഹോവയോട് അബ്രഹാം ആവർത്തിച്ച് യാചിക്കുകയാണ്. वहां पर हम परमेश्वर के सामने अब्राहम को देखते हैं जो बार बार विनतियों को करता है. അവിടുത്തെ 18-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ നാം ഒരു കാര്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്. उत्पत्ति उसका 18 और उसके 25वें वचन में हम इस प्रकार वहां पर पढ़ते हैं, ദുഷ്ടനോടുകൂടെ നീതിമാനെ നീ ഒരു നാളും കൊല്ലുകയില്ല. वहां पर इस प्रकार लिखा है, इस प्रकार का काम करना तुझसे दूर रहे और कि दुष्ट के संग धर्मी को भी मार डाले और धर्मी को और दुष्ट दोनों को एक साथ एक ही दशा हो, ये तुझसे दूर रहे. यह क्या सारी पृथ्वी का न्याय न करे. 24-ാമത്തെ വാക്യത്തിന്റെ അവസാനത്തിൽ അതിലെ 50 നീതിമാന്മാർ നിമിത്തം ആ സ്ഥലത്തോട് ക്ഷമിക്കുകയില്ലയോ. वहां पर उसके 24वें वचन में इस प्रकार पढ़ते हैं कि अगर 50 धर्मी होंगे तो क्या उन्हें तुम नहीं छोड़ दोगे. इस प्रकार का सवाल पूछा गया है. അബ്രഹാം യഹോവയോട് ചോദിക്കുകയാണ്, 50 നീതിമാന്മാർ ആ പട്ടണത്തിലുണ്ടെങ്കിൽ അതിനെ നീ നശിപ്പിക്കുമോ. वो वहां पर परमेश्वर से सवाल पूछते हैं कि अगर 50 लोग धर्मी हो तो क्या आप अपना न्याय वहां पर करेंगे, क्या आप उस नगर को उसका नाश कर देंगे. ഇല്ല എന്നാണ് യഹോവയുടെ ഉത്തരം. परमेश्वर का उत्तर होता है नहीं. പിന്നെയും അബ്രഹാം ചോദിക്കുകയാണ്, ഇല്ല 5 കുറഞ്ഞ് 45 ആണെങ്കിൽ ഈ പട്ടണത്തിനെ നശിപ്പിക്കുമോ. उसके बाद अब्राहम का इस प्रकार सवाल होता है कि ठीक है, अगर 5 कम कर दे 50 में से तो 45 होंगे, तो क्या आप नाश करोगे उस शहर का. ഈ ചോദ്യം അബ്രഹാം ആവർത്തിക്കുകയാണ്, അല്ല 40 ആണെങ്കിൽ നശിപ്പിക്കുമോ. और उसके बाद फिर से वो सवाल दोहराया जाता है, अगर 40 हो तो, 30 ആണെങ്കിൽ നശിപ്പിക്കുമോ. अगर 30 होगा तो क्या आप उनका नाश करोगे. നശിപ്പിക്കുമോ. अगर 20 होंगे तो, 10 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ. अगर सिर्फ 10 ही होंगे तो क्या आप नाश करोगे. ഇവിടെ നീതിമാനായ ദൈവത്തിന്റെ നീതിയിൽ ആശ്രയിച്ച് അബ്രഹാം ദൈവത്തോട് ചോദിക്കുകയാണ്, ഈ പട്ടണത്തിൽ നീതിമാന്മാരോട് കൂടെ ദുഷ്ടന്മാരെ നശിപ്പിക്കുമോ. इस न्यायी परमेश्वर के सामने अब्राहम जो है अपना हाथ जोड़कर इसी प्रार्थना को करने की कोशिश करते हैं, क्या धर्मी जनों को अधर्मियों के साथ आप एकजुट उन्हें नाश करेंगे या नहीं. അബ്രഹാമിന് നല്ല ബോധ്യമുണ്ടായിരുന്നു, ഈ യഹോവയായ ദൈവം നീതി പ്രവർത്തിക്കുന്ന ദൈവമാണ്. हम जानते हैं कि अब्राहम बहुत ही स्पष्ट रूप में जानता था यह विषय कि यह परमेश्वर जो है वो न्यायी परमेश्वर है. ദുഷ്ടന്മാരോട് കൂടെ നീതിമാന്മാരെ നശിപ്പിക്കുന്നവനല്ല ദൈവം. और ये एक ऐसा परमेश्वर नहीं जो दुष्टों के साथ धर्मियों को नाश कर देंगे. എന്നാൽ പാപം നിറഞ്ഞ ഈ സൊദോമിൽ, ഈ സൊദോം ഗൊമോറയിൽ പാപത്തിന്റെ ബാഹുല്യ നിമിത്തം ദൈവത്തിന് മുമ്പാകെ നീതിമാന്മാരായി നിൽപ്പാൻ വളരെ ചുരുക്കം ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. परंतु सत्य यह है कि एक ऐसा शहर जिसे हम सोदोम गोमोरा कहते हैं, वो शहर अपने पाप में इतना ज्यादा डूब चुका था कि वहां पर धर्मी कहलाए जाने के लिए उंगली में गिनने के लोग भी नहीं थे. ആ പട്ടണത്തിന്റെ മേൽ ദൈവം തന്റെ കോപം അയച്ചു. हम देखते हैं कि उस नगर के ऊपर परमेश्वर ने अपने क्रोध को भेजा. ആ പട്ടണത്തിന്റെ മേൽ ദൈവം തീഷ്ണത പ്രവർത്തിച്ചു. उस नगर के ऊपर परमेश्वर ने अपने आग को झुलसाया. ആ ചരിത്രമാണ് 19-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നത്. हम देखते हैं उसी चित्र को उसके 19वें अध्याय में हम पढ़ने की कोशिश करते हैं. സൊദോമിന്റെയും ഗൊമോറയുടെയും പാപത്തെ ദൈവത്തിന് സഹിക്കുവാൻ കഴിയുന്നതായിരുന്നില്ല. हम देखते हैं कि सोदोम और गोमोरा का पाप जो है वो परमेश्वर सह नहीं सकता था. നീതിമാനായ ദൈവത്തിന് ആ പട്ടണത്തെ നശിപ്പിക്കാതിരിക്കുവാൻ കഴിയുമായിരുന്നില്ല. एक न्यायी परमेश्वर उस नगर को बचा नहीं सकता था, उसका नाश करना जरूरी था. ദൈവത്തിന്റെ തീഷ്ണത ആ പട്ടണത്തിന്റെ മേൽ ദൈവം അയച്ചു. हम देखते हैं कि परमेश्वर ने अपने आग को उस नगर के ऊपर भेजा. നാം സംഖ്യാപുസ്തകം 16-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, जब हम गिनतियों का किताब उसके 16वें अध्याय में आते हैं, അവിടെ കോരഹ്, ദാഥാൻ, അബീരാം തുടങ്ങിയ ആളുകളെ കുറിച്ച് പഠിക്കുകയാണ്. वहां पर हम तोरा, अबीराम और इस प्रकार के उन पुत्रों के विषय में पढ़ते हैं. ഞാനത് വിവരിക്കുന്നില്ല. मैं उसके बारे में उसका विवरण करना नहीं चाहता. ആ സന്ദർഭത്തിൽ സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിൽ വായിക്കുന്ന അവിടെയും
വളരെ മത്സരികളായിരിക്കുന്ന അവരോട് ദൈവം തീഷ്ണതയോടെ ഇടപെട്ടു. हम देखते हैं कि इस प्रकार के जो व्यवहार या इस प्रकार के सोच विचार रखने वाले लोगों के साथ परमेश्वर ने वहां पर काफी गंभीरता के साथ उनके साथ व्यवहार किया. അവരോട് ദൈവം ഇടപെട്ടത് എങ്ങനെയെന്ന് നമുക്കറിയാം. हम जानते हैं कि किस प्रकार परमेश्वर ने इन लोगों के साथ व्यवहार किया. യഹോവയ്ക്കെതിരെ മത്സരിച്ച ആ 3 പേരെയും നശിപ്പിക്കുന്നതായിട്ട് നാം കാണുന്നു. हम देखते हैं कि परमेश्वर के खिलाफ खड़े होने वाले ये तीनों झुंडों को परमेश्वर वहां पर उनका नाश कर देते हैं. ആ 16-ാം അധ്യായത്തിൽ 22-ാം വാക്യത്തിൽ മോശെ ഒരു കാര്യം യഹോവയോട് ചോദിക്കുന്നുണ്ട്. यहाँ पर उसके 16वें अध्याय गिनती उसका 16वां अध्याय और उसके 22वें वचन में मूसा इस प्रकार का एक सवाल परमेश्वर के सामने रखते हैं. 16-22 उसका 16वां अध्याय उसका 22वां वचन. അപ്പോൾ അവർ കവിണ്ണു വീണു, സകല ജനത്തിന്റെയും ആത്മാക്കൾക്ക് ഉടയവനാകുന്ന ദൈവമേ, ഒരു മനുഷ്യൻ പാപം ചെയ്ത് നീ സർവ്വസഭയോട് കോപിക്കുമോ എന്ന് പറഞ്ഞു. यहाँ पर इस प्रकार लिखा है, तब वो मुंह के बल गिर के कहने लगे, हे ईश्वर, हे सब प्राणियों के आत्माओं के परमेश्वर, क्या एक पुरुष के पाप के कारण तेरा क्रोध सारे मंडली पर होगा? ഇവിടെ മോശയും അഹരോനും കവിണ്ണു വീണ് യഹോവയോട് ചോദിക്കുകയാണ്, ഒരു മനുഷ്യൻ പാപം ചെയ്യുന്നതിന് നീ സർവ്വസഭയോടും കോപിക്കുമോ? यहाँ पर मूसा और आरोन उनके मुंह के बल गिरकर परमेश्वर के सामने ये सवाल या इस प्रकार याचना करते हैं कि एक व्यक्ति के पाप के कारण क्या तू पूरे मंडली के ऊपर अपने क्रोध को लेकर आएगा? യഹോവയുടെ ദാസന്മാരായിരിക്കുന്ന മോശയും അഹരോനും ഒരുപോലെ കവിണ്ണു വീണ് ചോദിച്ചിട്ടും യഹോവയുടെ നീതി പ്രവർത്തിക്കാതിരിക്കുവാൻ യഹോവയ്ക്ക് കഴിയുകയില്ല. हम देखते हैं कि भले ही मूसा और आरून जैसे लोग उनके मुंह के बल गिरकर इस प्रकार का याचना करते हैं, उसके बावजूद भी न्यायी परमेश्वर अपना न्याय से पीछे नहीं हट सकते. ഇവിടെയും ദൈവം യഹോവയായ ദൈവം തീഷ്ണതയോടെ പ്രവർത്തിക്കുകയാണ്. यहाँ पर भी हम देखते हैं कि ये परमेश्वर जो है ये अपने आग को वहां पर आने देते हैं, उसके द्वारा वो न्याय को करते हैं. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ദയ നമുക്ക് വളരെ ആശ്വാസം നൽകുന്നതാണ്, നമ്മെ ധൈര്യപ്പെടുത്തുന്നതാണ്. എന്നാൽ ദൈവത്തിന്റെ ഖണ്ഡിതം നമുക്ക് വളരെ മുന്നറിയിപ്പ് നൽകുന്നത് കൂടെയാണ്. हम जानते हैं प्रियो, परमेश्वर की दया और अनुग्रह जो है हमें काफी ज्यादा शांत करती है, परंतु उनके न्याय के विषय में जब हम पढ़ते हैं वो हमारे लिए एक चेतावनी के समान है. തിരുവെഴുത്ത് നമുക്ക് പരിചയപ്പെടുത്തുന്ന സ്വർഗത്തിലെ ദൈവം അവൻ ദയയുള്ള ദൈവമാണ്. പക്ഷേ അവൻ നീതിയോട് പ്രവർത്തിക്കുമ്പോൾ അവന്റെ തീഷ്ണതയോടുകൂടിയും പ്രവർത്തിക്കുന്നവനാണ്. हम जानते हैं हमारे सामने जो परमेश्वर का शास्त्र है वो एक दया से भरे हुए परमेश्वर का चित्र तो जरूर दिखाते हैं, परंतु हम ये भी देखते हैं कि जब वो न्याय के साथ अपने हमारे सामने खड़े होते हैं तो वो उसमें पीछे नहीं हटते. സൊദോം ഗൊമോറയുടെ ചരിത്രത്തിലും അതുപോലെ നാദാൻ, കോരഹ്, ദാഥാൻ, അബീരാം ഈ 3 വ്യക്തിയുടെ ചരിത്രത്തോടുള്ള ബന്ധത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. അവൻ തീഷ്ണതയോടെ പ്രവർത്തിക്കും, അപ്പോൾ തന്നെ അവൻ നീതിമാനും ദയയുള്ള ദൈവവുമാണ്. हम जानते हैं कि सोदोम गोमोरा और केवल इतना ही ये 3 झुंड, कोरा पुत्र और एलिया पुत्र, इन सभीयों के विषय में हम यही समझते हैं कि परमेश्वर ने अपने न्याय के साथ उनके सामने वो आग को उनके सामने उतारा. നമുക്കറിയാം, മോശയുടെ ചരിത്രം നമുക്കറിയാം. मूसा के इतिहास के बारे में हम जानते हैं. ദൈവം വളരെയധികം ഉപയോഗിച്ച ഒരു ദൈവപുരുഷനായിരുന്നു മോശ. हम जानते हैं कि मूसा एक ऐसा व्यक्ति था जो परमेश्वर के द्वारा काफी ज्यादा, काफी हद तक इस्तेमाल किया गया था. മോശയെപ്പോലെ ഒരു നല്ല നേതാവ് ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. मनुष्य जाति के इतिहास में मूसा के समान एक नेता हम दूसरा नहीं पढ़ते हैं. ഇസ്രായേൽ ജനത്തിന് വേണ്ടി മോശയെ ദൈവം ഉപയോഗിച്ചതുപോലെ വേറെ ആരെയും ഉപയോഗിച്ചിട്ടുമില്ല. इजरायली जनता के लिए जिस प्रकार मूसा का इस्तेमाल किया गया था उतने उत्तम तरीके से किसी और नेता का इस्तेमाल नहीं किया गया था. ജീവിതത്തിൽ പോലും ദൈവം ദൈവത്തിന്റെ തീഷ്ണത പ്രകടിപ്പിച്ചത് നാം കാണുന്നുണ്ട്. परंतु हम ये देखते हैं कि वो मूसा के जीवन में भी परमेश्वर का वो आग, परमेश्वर का वो न्याय झलकता हुआ हम देखते हैं. മോശയ്ക്കും മോശയോട് കൂടെ യാത്ര ചെയ്തവർക്കും ആ തലമുറയിൽപ്പെട്ട ആർക്കും കനാനിലേക്ക് കടക്കുവാനായിട്ട് കഴിഞ്ഞില്ല. हम जानते हैं कि मूसा या उनके साथ यात्रा जिन्होंने भी किया वो कनान, वो राज्य में प्रवेश नहीं कर पाए. ഇസ്രായേലിൽ നിന്ന് പുറപ്പെടുവിച്ചു പുറപ്പെട്ടു വന്ന ഈ ജനം യഹോവയോട് മത്സരിച്ചത് കൊണ്ട്, ദൈവിക പ്രമാണങ്ങളെ വിട്ട് ജീവിച്ചത് കൊണ്ട്, അവർ മത്സരിച്ചത് കൊണ്ട് അവർക്ക് കനാനിലേക്ക് കടക്കുവാൻ കഴിഞ്ഞില്ല, ആ തലമുറയ്ക്ക് കടക്കുവാൻ കഴിഞ്ഞില്ല. हम जानते हैं कि जो लोग इजराइल से बाहर निकलकर जिस यात्रा में थे जहां पर वो कनान जाना चाहते थे, क्योंकि उनके कुड़कुड़ाहट की वजह से, क्योंकि उनके शास्त्र के खिलाफ जाने की वजह से, क्योंकि उनके परमेश्वर के खिलाफ जाने की वजह से वो उस राज्य में पहुंच नहीं पाए जिसका वायदा उन्हें दिया गया था. വ്യക്തിപരമായി മോശയോട് പോലും ദൈവം തീഷ്ണതയോടെ പ്രവർത്തിക്കുകയാണ്.
परंतु हम ये भी देखते हैं व्यक्तिगत रूप में मूसा के प्रति भी परमेश्वर वो आग, वो न्याय को खड़ा करते हैं। നാം ശമൂവേലിന്റെ പുസ്തകം ഒന്നാം പുസ്തകം 15-ാം അധ്യായത്തിൽ നാം ശൗൽ രാജാവിനെ രാജസ്ഥാനത്ത് നിന്ന് നീക്കിയ ചരിത്രം വായിക്കുന്നു. हम पहला शमूएल उसका 15वें अध्याय में शाऊल राजा को उनके स्थान से हटाने के विषय में हम वहां पर पढ़ते हैं। ശൗൽ ആരായിരുന്നു? शाऊल कौन था? യഹോവ അഭിഷേകം ചെയ്ത ഇസ്രായേലിന്റെ രാജാവ്. हम जानते हैं कि यहोवा ने अभिषेक किया, यहोवा के द्वारा अभिषिक्त हुआ एक इजराइल का राजा था। ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ദൈവമാക്കി വെച്ച ആദ്യത്തെ രാജാവ്. इजराइल के इतिहास का सबसे पहला राजा राजा शाऊल थे। ശക്തനായ ഒരു രാജാവ്. हम जानते हैं कि वो काफी सख्त राजा भी थे। എന്നാൽ ശൗല് പാപം ചെയ്തപ്പോൾ ശൗല് ദൈവത്തോട് പാപം ചെയ്തതുകൊണ്ട് ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് നീക്കി. परंतु हम ये देखते हैं क्योंकि राजा शाऊल ने पाप किया था, इसलिए उनके उस राज्य वो उनका जो राजा का जो स्थान था उस कुर्सी से उनको हटा दिया गया। ശമൂവേലിന്റെ ഒന്നാം പുസ്തകം 15-ാമത്തെ അധ്യായം അവസാനിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്, ശൗലിനെ രാജാവാക്കിയതിൽ യഹോവ അനുതപിച്ചു. हम देखते हैं कि उसके 15वें अध्याय, पहला शमूएल उसका 15वें अध्याय के आखिर में इस प्रकार हम पढ़ते हैं कि क्योंकि शाऊल राजा को राजा बनाया गया, इसलिए परमपिता परमेश्वर वहां पर विलाप करते हैं। ശൗലിനെ രാജസ്ഥാനത്ത് നീക്കി. ശൗൽ ചെയ്ത പാപം നിമിത്തം, ശൗലിന്റെ അനുസരണക്കേട് നിമിത്തം ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് നീക്കി. हम देखते हैं कि शाऊल के वजह से उनके कुर्सी से, उनके उनके राजगद्दी से उन्हें हटा दिया जाता है। ഇനി മറ്റൊരാളുടെ ചരിത്രമാണ് ദാവീദ്. ദാവീദ് നമുക്ക് വളരെ പരിചിതനായ ഒരു മനുഷ്യനാണ്. इसके बाद हम दूसरे एक व्यक्ति के बारे में पढ़ते हैं, दाऊद। वो हमारे लिए काफी सुपरिचित है। ദൈവം വളരെയധികം സ്നേഹിച്ച ഒരു രാജാവ്, ദാവീദ് രാജാവ്. एक ऐसा राजा जिन्हें परमेश्वर ने बहुत ही अपने हृदय के करीब रखा और बहुत प्रेम किया। ശൗലിന് ശേഷം രാജസ്ഥാനത്ത് ആക്കി വെച്ച് ദൈവം ധാരാളമായി ഉപയോഗിച്ചൊരു മനുഷ്യൻ. हम जानते हैं कि राजा शाऊल के बाद जो राजगद्दी में आए वो राजा दाऊद थे और का बहुत ज्यादा इस्तेमाल किए गए एक राजा के रूप में भी हम देखते हैं। ഞാൻ ദാവീദിനെ കുറിച്ച് ചില ഭാഷാന്തരങ്ങളിൽ വായിക്കുന്നത് അവൻ ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു എന്നൊക്കെ വായിക്കുന്നു. मैं इस प्रकार पढ़ता हूं, अलग अलग भाषांतरों में, अलग अलग किताबों में इस प्रकार लिखा है कि वो परमेश्वर के मित्र के समान थे, वो परमेश्वर के हृदय के अनुसार एक व्यक्ति थे। ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നൊക്കെ വിവരിച്ചിരിക്കുന്ന ഈ ദാവീദിനോട് ദൈവം ഖണ്ഡിതമായി ഇടപെട്ടു. हम देखते हैं कि ये व्यक्ति जिसके बारे में ये लिखा है कि वो परमेश्वर के हृदय के अनुसार एक व्यक्ति थे, परंतु परमेश्वर इनके साथ भी अपने आग के साथ न्याय करते हैं। ശമൂവേലിന്റെ പുസ്തകം, ശമൂവേലിന്റെ 2-ാം പുസ്തകം 12-ാം അധ്യായത്തിൽ നാം ആ ചരിത്രം വായിക്കുന്നുണ്ട്. हम देखते हैं शमूएल उसका दूसरा किताब और उसके 12वें अध्याय में इस न्याय के बारे में पढ़ते हैं। 11-12 അധ്യായങ്ങളിൽ ആ വിഷയങ്ങളാണ് എഴുതിയിരിക്കുന്നത്. 11-12 ചരിത്രമാണ് വിവരിച്ചിരിക്കുന്നത്. हम जानते हैं कि उसके 11वें और 12वें अध्याय में इसके विषय में, उनके न्याय के विषय में हम पढ़ते हैं। ബേത്ശേബയുമായിട്ടുള്ള പരസംഗവും ഊരിയാവിനെ കൊന്നതുമായ സംഭവമാണ് 11-ൽ വിവരിച്ചിരിക്കുന്നത്. हम जानते हैं कि बेतशेबा के संबंध में जो व्यभिचार उन्होंने किया और यूरिया के संबंध में जो कत्ल उन्होंने किया उसके संबंध में हम वहां पर पढ़ते हैं। അതിന്റെ പരിണതഫലമായി തീഷ്ണതയോടെ ദൈവം ദാവീദിന്റെ ജീവിതത്തിൽ ഇടപെട്ട ചരിത്രമാണ് 12-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. हम उसके 12वें अध्याय में इसी के संबंध में दाऊद के खिलाफ जो न्याय किया गया उसके बारे में पढ़ते हैं। ഒരു നാഥാൻ പ്രവാചകനിലൂടെ ദാവീദിന്റെ മുമ്പാകെ ആ തന്റെ കുറ്റത്തെ യഹോവയായ ദൈവം ചൂണ്ടിക്കാണിക്കുകയാണ്. हम देखते हैं कि परमेश्वर नाथान भविष्यवक्ता के द्वारा दाऊद के सामने दाऊद की गलतियों को बताने की कोशिश करते हैं। താൻ ചെയ്ത പാപത്തിന്റെ പരിണതഫലമായി തന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നതാണ് ഇവിടെ കാണുന്നത്. उनके पाप की वजह से उन्होंने अपने पुत्र को, उन्होंने अपने बच्चे को खो दिया। പ്രിയമുള്ളവരെ, പാപത്തെ, ദുഷ്ടതയെ ദൈവത്തിന് സഹിക്കുവാൻ കഴിയുകയില്ല. हे प्रियो, परमेश्वर जो है वो पाप और दुष्टता को नहीं सह सकते। തീഷ്ണതയോട് പ്രവർത്തിക്കുന്ന ഒരു ദൈവം, वो बिल्कुल आग के साथ, पूरे गंभीरता के साथ इस पाप के साथ न्याय करते हैं। സൊദോം ഗൊമോറയെ ന്യായം വിധിച്ച ദൈവം, सोदोम और गमोरा के ऊपर न्याय लाने वाला परमेश्वर, കോരഹ്, ദാഥാൻ, അബീരാമുമാരെ ന്യായം വിധിച്ച ദൈവം, कोरा, नाथा और अबीराम के पुत्रों के ऊपर न्याय लाने वाला परमेश्वर, ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് നീക്കിയ ദൈവം, एक ऐसा परमेश्वर जिसने राजा शाऊल को अपने राजगद्दी से हटाया, തന്നോട് മത്സരിച്ച ഇസ്രായേലിനെയും മോശയെയും കനാനിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാത്ത ദൈവം, एक ऐसा परमेश्वर जिन्होंने अपने लोगों को, मूसा को उस वायदा किया हुआ नगर में जाने का या देश में प्रवेश करने का अनुमति नहीं दिया।
തന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് വിശേഷിപ്പിക്കുന്നത് ദാവീദിനോട് ദൈവം തീഷ്ണതയോട് ഇടപെട്ട ദൈവം. एक ऐसा परमेश्वर जिसने दाऊद जिसके बारे में कहा गया है कि वो परमेश्वर के हृदय अनुसार एक व्यक्ति था, उनके ऊपर अपना न्याय किया. ഇതിന് എത്രയോ ഉദാഹരണങ്ങൾ തിരുവെഴുത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ऐसे ही कितने सारे उदाहरण हम परमेश्वर के शास्त्र में अलग अलग जगहों पर पढ़ते हैं. നമ്മുടെ ദൈവം തീഷ്ണതയുള്ള ദൈവമാണ്. हमारा परमेश्वर गंभीर परमेश्वर है, गंभीरता के साथ न्याय करने वाला परमेश्वर है. അവന്റെ ദയയും ഖണ്ഡിതവും കാണുക. റോമാലേഖനം. हम देखते हैं कि उनके कृपा को और उनकी कड़ाई को दोनों को देखें. അനേക ഭാഗങ്ങളിൽ ദൈവത്തിന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പറയുമ്പോൾ തന്നെ അവൻ എത്രയോ തീഷ്ണതയുള്ളവനാണ് എന്നുകൂടെ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. हम देखते हैं कि भले ही पवित्र शास्त्र अलग अलग जगहों पर हमें यह बताने की कोशिश करते हैं कि उनकी दया हमेशा की है, वो कृपा से भरे हुए परमेश्वर क्यों ना है, परंतु साथ ही साथ वो हमें यह भी समझाते हैं कि उनका न्याय और उनका क्रोध भी उतना ही ज्यादा बड़ा है. 50 സങ്കീർത്തനത്തിൽ ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. 50 സങ്കീർത്തനം भजन संगीता उसके 50 में से हम एक वचन पढ़ने की कोशिश करेंगे. भजन संगीता 50 उसका 21वां और 22वां वचन, Psalms 50 verses 21 and 22. ഞാൻ മലയാളത്തിൽ ആദ്യം വായിക്കാം. ഇവ നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കയാൽ ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിന്റെ മുമ്പിൽ അവയെ നിരത്തിവെക്കും. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകയില്ല. इस प्रकार लिखा है कि ये काम तूने किया और मैं चुप रहा, इसलिए तूने समझ लिया कि परमेश्वर बिल्कुल मेरे समान है, परंतु मैं तुझे समझाऊंगा और तेरी आंखों के सामने सब कुछ अलग अलग दिखाऊंगा. हे ईश्वर को भूलने वालों ये बात भली बाती समझ लो, कहीं ऐसा ना हो कि मैं तुम्हें फाड़ डालूं और कोई छुड़ाने वाला ना हो. പ്രിയമുള്ളവരെ, എത്ര ശക്തമായ വാക്കുകളാണ് നമ്മോട് കാണുന്നത്. हे प्रियो, कितना ही कठोर या कितना ही सख्त वचनों को हम वहां पर देखते हैं. നീ ഇവ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കാൻ ഞാൻ നിങ്ങളെ പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. यहाँ पर इस प्रकार लिखा है कि तुमने काम किया और मैं चुप रहा, इससे तुमने ये समझ लिया कि मैं तुम्हारे समान हूं. വളരെ ലാഘവത്തോടുകൂടി നാം ദൈവത്തെ കണ്ടു. हमने कितना ही साधारण रूप में परमेश्वर को गिन लिया. അവൻ എല്ലാ കാലവും മിണ്ടാതിരിക്കും എന്ന് നാം നിരൂപിച്ചു പോയി. और हमने इस प्रकार मान लिया कि वो हर काल में इसी प्रकार चुप रहेंगे. ദൈവം ദീർഘക്ഷമയുള്ളവനാണ്. परमेश्वर तो दयालु परमेश्वर है, ये सच है. ദയവുള്ളവനാണ്, കൃപയുള്ള തോന്നുന്നവനാണ്. उनमें कृपा है, उनमें दया है, ये भी सच है. ധാരാളം ക്ഷമിക്കുന്നവനാണ്. वो बहुत ज्यादा माफी देने वाले, माफ करने वाले परमेश्वर है. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. परंतु यहाँ पर भजन लिखने वाला ये याद दिलाता है और कहता है कि तूने समझ लिया कि परमेश्वर तुम में से एक है. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു വലിയ അപകടത്തെയാണ്, നമ്മുടെ മനോഭാവത്തിൽ കാണുന്ന ഒരു വലിയ അപകടത്തെയാണ് ഈ വാക്യത്തിൽ വരച്ചു കാട്ടിയിരിക്കുന്നത്. हम देखते हैं कि हे प्रियो, हमारे जीवन में होने वाले बहुत बड़े एक दुर्घटना को यहाँ पर बताया गया है, उसका चित्रण किया गया है. സ്വർഗത്തിലെ ദൈവം നമ്മെ പോലെയുള്ളവനെന്ന് നാം നിരൂപിക്കുന്നു. हम देखते हैं कि स्वर्ग का परमेश्वर, कई बार हम ऐसे गिन लेते हैं कि वो इंसान के समान है. ഞാൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്നവനാണ് ദൈവമെന്ന് നാം നിരൂപിക്കുന്നു. कई बार हम इस प्रकार मान लेते हैं कि जैसा मेरा सोच विचार है, जैसा मेरा सोचने का तरीका है, उसी प्रकार उनका सोचने का तरीका है. പ്രിയമുള്ളവരെ, ഞാൻ ഒരു വാക്ക് പറഞ്ഞ ആ ഭാഗം ഞാൻ ഇങ്ങനെ വിടാനായിട്ട് പോകുകയാണ്. हे प्रियो, मैं एक बात कहकर वो भाग से निकलना चाहता हूँ. നമ്മുടെ ദൈവം ദീർഘക്ഷമയുള്ളവനാണ്, അതുപോലെ തന്നെ നമ്മുടെ ദൈവം ഖണ്ഡിതമായി പ്രവർത്തിക്കുന്നവനാണ്. हे प्रियो, हमारा परमेश्वर दया से भरा हुआ परमेश्वर है, उसी वक्त ये भी बहुत बड़ी सच्चाई है कि वो क्रोध के साथ न्याय करने वाला परमेश्वर है. നഹൂമിന്റെ പുസ്തകത്തിൽ നിനവയോട് ഈ കാര്യം ദൈവം പറയുമ്പോൾ, नाहुम के किताब में जब हम निनवे के साथ परमेश्वर बातचीत करते हैं और ये कहते हैं, उस वक्त നഹൂമിന്റെ കാലത്ത് അല്ലെങ്കിൽ ഈ പ്രവചിക്കുന്ന കാലത്ത് ഏതാണ്ട് 3 ലക്ഷത്തിലധികം പേര് നിനവെ പട്ടണത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. और इस प्रकार माना जाता है कि ये समय में जब प्रभु बात कर रहे हैं, उस वक्त उस नगर में करीबन 3 लाख लोग वहां पर जीते थे. അവർ ആ പട്ടണം വലിയ കോട്ട കൊണ്ട് നിർമ്മിക്കപ്പെട്ടൊരു കോട്ട കൊണ്ട് സംരക്ഷിക്കപ്പെട്ടിരുന്നത് കൊണ്ട് അവർ വലിയ അഹങ്കാരികളായിരുന്നു. हम जानते हैं, हम इस प्रकार पढ़ते हैं कि क्योंकि वो नगर के आजू बाजू में एक बहुत बड़ा बाड़ा बांध दिया गया था, वो सुरक्षित थे और उस सुरक्षा के कारण अपने आप में बहुत अहंकारी थे. ആ കോട്ടയെ കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത് ആ കോട്ടയുടെ മുകളിൽ കൂടെ
മൂന്ന് രഥങ്ങൾക്ക് ഒരേപോലെ സഞ്ചരിക്കാവുന്നത്ര വീതി അതിന്റെ മുകളിൽ ഉണ്ടായിരുന്നു എന്നാണ്. हम देखते हैं इस प्रकार इतिहासकार कहते हैं कि वो बाड़ा इतना बड़ा था कि उसके ऊपर करीबन 3 रथ आराम से एक साथ चल सकते थे, उतना ज्यादा उसकी चौड़ाई थी. ഒരു 20-25 अടിയെങ്കിലും പൊക്കം വരുന്ന വലിയ പൊക്കമുള്ള വീതിയുള്ള കോട്ട. एक ऐसा बाड़ा जिसकी ऊंचाई कम से कम 20 से 25 फीट थी, यानी काफी बड़ा था. ആ വലിയ കോട്ട എന്ന് പറയുന്നത് ശക്തമായ കോട്ടയാണത്. वो एक ऐसा बाड़ा था जो काफी सख्त था, जो काफी अच्छे मजबूती के साथ बनाया गया था. അതിനുള്ളിൽ താമസിക്കുന്ന ആളുകൾക്ക് ദുഷ്ടത പ്രവർത്തിച്ച് മതിയാകുന്നില്ല. കാരണം അവർക്ക് ഭയപ്പെടാനില്ല. വലിയ കോട്ടയാണ് അവർക്കുള്ളത്. यहाँ पर बसने वाले लोगों को किसी प्रकार का डर नहीं है, किसी प्रकार का भय नहीं है. वो अपने हिसाब से जीवन बिताते हैं क्योंकि उनको डर नहीं है. उनका सुरक्षा के बारे में वो कोई चिंता नहीं है. എന്നിട്ട് അവർ ചെയ്യുന്നത് മറ്റു രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയാണ്. केवल इतना ही नहीं, परंतु वो उसी समय पर दूसरे राज्यों के ऊपर धावा बोलते थे और उन्हें गुलाम बनाकर अपने नीचे रखते थे. മറ്റു രാജ്യങ്ങളെ ആക്രമിച്ച് കവർച്ച ചെയ്യുകയാണ്. हम देखते हैं कि दूसरे राज्यों के ऊपर वो धावा बोलते थे, उन्हें लूट कर उनके सभी चीजों को लेकर आते थे. ഈ നിനവെ പട്ടണക്കാരുടെ ദൈവം പറയുകയാണ്, അല്ലെങ്കിൽ നഹൂമിലൂടെ പറയുകയാണ്, ऐसे राज्य को, ऐसे देश को इस प्रकार परमेश्वर कहते हैं, നിന്നെ ഒരു സംഹാരകന്റെ കയ്യിൽ ഏൽപ്പിക്കുവാനായിട്ട് പോകുന്നു. तुझे एक ऐसे हाथों में दिया जाएगा जो तेरा संहार करेगा. ഈ നിനവെ പട്ടണത്തെ നശിപ്പിക്കുവാനായി ഒരു സംഹാരകനെ ഞാൻ എഴുന്നേൽപ്പിക്കും. मैं एक ऐसे संहारक को, एक ऐसे विनाशक को मैं खड़ा करूंगा जो इस नगर को नाश कर देगा. നിനവെ പട്ടണത്തെ ഞാൻ നശിപ്പിക്കും. इस नगर को, निनवे का नगर को मैं उसका नाश कर दूंगा. എന്നിട്ട് അവരോട് വിപരീത അർത്ഥത്തിലാണ് പറയുന്നത്, നിന്റെ കോട്ട കാത്തുകൊള്ളുക. उसके बाद उन्हें इस प्रकार एक अलग ढंग से उनसे कहा गया है, जहां पर उनसे कहा गया है कि तुम्हारे गढ़ को दृढ़ कर. और केवल इतना ही नहीं, मार्ग को देखकर चौकस कर, मार्ग देखता हुआ चौकस रहे. നിന്റെ അരമുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കാൻ. आगे बोला गया है अपनी कमर कस, अपना बल बढ़ा दे. എന്താ അങ്ങനെ പറയുന്നത് അറിയാമോ? അവരോട് ഒരു ആക്ഷേപമായിട്ടാണ് പറയുന്നത്. നീ ഇതൊക്കെ കാത്തിരുന്നോ, അല്ലെങ്കിൽ നിന്റെ കോട്ടയൊക്കെ കാത്തോ, പക്ഷെ നിന്നെ നശിപ്പിക്കും. पर हम देखते हैं कि प्रभु का शब्द जो है एक अपमानित करने वाले शब्द के रूप में वहां पर हम देखते हैं, जहां पर इस प्रकार कहा गया है, तो अपने मार्ग देख ले, अपने कमर कस ले, तू ये सारी चीजों के ऊपर आसरा जरूर रख, पर तेरा नाश होने को है. ഈ നിനവെ പട്ടണക്കാരുടെ ഒരു അഹങ്കാര വിഷയമായിരുന്നു അവരുടെ കോട്ട. हम देखते हैं कि निनवे के लोगों का अहंकार का एक विषय था, उनका ये बाड़ा जो उनके नगर के इर्द गिर्द बांधा गया था. എന്നാൽ ദൈവം അവർക്ക് നൽകുന്ന മുന്നറിയിപ്പ്, നീ എത്ര വലിയ കോട്ടയ്ക്കുള്ളിൽ ജീവിച്ചാലും നിന്നെ ദൈവം നശിപ്പിക്കും. परंतु परमेश्वर इस प्रकार का चेतावनी उनके सामने रखने की कोशिश करते हैं और कहते हैं कि भले ही तेरा बाड़ा कितना भी मजबूत क्यों ना हो, परंतु अगर मैं चाहूं तो मैं तेरा नाश कर सकता हूं. കോട്ട കാത്തുകൊള്ളുക. अपना बाड़ा को दृढ़ कर. നിനവയോട് അത് ഒരു നെഗറ്റീവ് മീനിങ്ങിലാണ് പറയുന്നതെങ്കിലും, भले ही निनवे के सामने एक नकारात्मक सोच विचार के साथ ये कहा क्यों नहीं गया हो, ആ വാക്കിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചില ആത്മിക ആശയങ്ങളുണ്ട്. हमें उसमें से कुछ आत्मिक सच्चाइयां हैं जो हम उसमें से पढ़ सकते हैं. നമുക്കറിയാം, തിരുവെഴുത്ത് വായിക്കുമ്പോൾ കോട്ട എന്നുള്ള വാക്കിന്, അല്ലെങ്കിൽ കോട്ട എന്നതുകൊണ്ട് സംരക്ഷണത്തെയാണ് ഉദ്ദേശിക്കുന്നത്. हम जानते हैं पवित्र शास्त्र हमें जहां पर भी हम गढ़ के विषय में पढ़ते हैं या बाड़े के विषय में पढ़ते हैं, वो हमें ये बताता है या इस सुरक्षा से जुड़े हुए विचारों को हमें देता है. നിനവെ പട്ടണത്തിന്റെ കോട്ട അവർക്ക് സംരക്ഷണം നൽകിയിരുന്ന കോട്ടയായിരുന്നു. और हम ये भी इस सत्य को भी समझते हैं कि निनवे का जो गढ़ है, निनवे का जो बाड़ा है, उन्हें सुरक्षित रखता था. പല സ്ഥലങ്ങളിലും തിരുവെഴുത്തിൽ ഇങ്ങനെയുള്ള കോട്ടകളെ കുറിച്ച് വായിക്കുന്നുണ്ട്. अलग अलग स्थानों में पवित्र शास्त्र में हम इस प्रकार के गढ़ के विषय में पढ़ते हैं. പട്ടണത്തിന്റെ കോട്ടകൾ, പട്ടണത്തിന്റെ മതിലുകൾ, ഇവയ്ക്കൊക്കെ വളരെ പ്രാധാന്യമുള്ളതായിട്ട് നാം തിരുവെഴുത്തിൽ പഠിക്കുന്നുണ്ട്. और काफी महत्वपूर्ण विषय के रूप में हम नगर का बाड़ा, नगर का गढ़, इस प्रकार के शब्दों को अलग अलग शास्त्र के अलग अलग भागों में पढ़ते हैं. നമ്മൾ യെരിഹോ പട്ടണത്തിന്റെ മതിലിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. യോശുവയുടെ പുസ്തകം 6-ാമത്തെ അധ്യായം. योशुआ का किताब उसके 6वें अध्याय में हम यरीहो नगर के गढ़ के बारे में या उसके इर्द गिर्द जो दीवार बांधा गया था उसके बारे में पढ़ते हैं. ഇസ്രായേൽ ജനത്തിന് കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമായി നിന്ന ഒരു മതിലായിരുന്നു യെരിഹോ പട്ടണത്തിന്റെ മതിൽ. हम जानते हैं कि इजरायली जनता अंदर नहीं जा पाने का कारण ये दीवार था, गढ़ था जो उस यरीहो नगर के इर्द गिर्द बांधा गया था. യോശുവയുടെ നേതൃത്വത്തിൽ പുരോഹിതന്മാരും ജനവും ആ പട്ടണത്തിന് മതിലിന് 7 പ്രാവശ്യം ചുറ്റി
ഏഴാം ദിവസം 7 പ്രാവശ്യം ചുറ്റി 7ാമത്തെ പ്രാവശ്യം കാഹളമൂതിയപ്പോൾ അവർ ആർപ്പിട്ടപ്പോൾ മതിൽ വീണു. അങ്ങനെയാണ് അവര് കനാൻ പിടിച്ചടക്കിയത്. हम जानते हैं कि कनान देश में प्रभु के लोगों का प्रवेश इस प्रकार हुआ कि वो 7 दिन उसके इर्द गिर्द घूमे, 7वें दिन वो 7 बार घूमकर जब तुरही फूकी गई उस वक्त वो बाड़ा जो है वो गिर पड़ा और इस प्रकार वो उस नगर में प्रवेश करते हैं. ഈ യെരിഹോ പട്ടണത്തിന് ശക്തമായ മതിൽ വീഴേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് ദൈവം ഒരു ക്രമീകരണത്തിലൂടെ ആ മതിൽ പൊളിച്ച് ജനത്തിന് മുന്നേറുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു. हम देखते हैं कि यरीहो का दीवार है उसका गिरना जरूरी था और इसलिए परमेश्वर ने उनके सामने इस प्रकार का एक मार्ग तैयार किया. നാം ശൗലിന്റെ കോട്ടയെ സംബന്ധിച്ച് ഗിബയായിലെ കോട്ടയെ കുറിച്ച് നാം വായിക്കുന്നുണ്ട് തിരുവഴുത്തിൽ. ശൗലിന്റെ കോട്ട, ഗിബയായിലെ കോട്ട. हाँ, शाऊल के गढ़ के विषय में, गिबया के गढ़ के विषय में हम पढ़ते हैं. ദമസ്കോസിന്റെ മതിലിനെ കുറിച്ച്, പടിവാതിലിനെ കുറിച്ച്, മതിലിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട് പുതിയ നിയമത്തിൽ. नए नियम में दमस्कस के संबंध में जो गढ़ है, उसका दीवार है या उसका दरवाजा, उसके बारे में हम पढ़ते हैं. അതുപോലെ തന്നെ യെരുശലേമിന്റെ മതിൽ തീ വെച്ച് ചുട്ടും വാതിലുകൾ നശിപ്പിക്കപ്പെട്ടും കിടക്കുന്നത് നെഹമ്യാവ് കണ്ടു എന്ന് നാം നെഹമ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. केवल इतना ही नहीं, परंतु नेहम्या की किताब में हम इस प्रकार पढ़ते हैं, नेहम्या ने देखा कि इजराइल का जो गढ़ था, वो दीवार थे, उसके 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 दरवाजे जो थे वो टूट चुके थे, उसे जला दिया गया था. इस प्रकार हम नेहम्या का किताब में पढ़ते हैं. അവിടെ യെരുശലേമിന്റെ സംരക്ഷണം മുഴുവൻ ആ മതിൽ തകർന്നതോടുകൂടെ പോയി, ശൂന്യമായി പോയി. हम देखते हैं कि यरूशलेम का सुरक्षा जो है वो ना के बराबर हो गया, सिर्फ इसलिए क्योंकि वो दीवार टूट गई थी. ചുരുക്കി പറഞ്ഞാൽ തിരുവഴുത്തിൽ കോട്ടകൾ അല്ലെങ്കിൽ മതിലുകളൊക്കെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ സംരക്ഷണ ഭിത്തികളായിട്ട് ദൈവം തിരുവഴുത്തിൽ നാം വായിക്കുന്നു. और इसलिए हम परमेश्वर के शास्त्र में अलग अलग जगहों पर ये गढ़ या बाड़ा के बारे में इस प्रकार पढ़ते हैं कि वो सुरक्षा देते हैं. പ്രിയമുള്ളവരെ, നമുക്ക് ഇതിൽ ഒരു ആത്മീക പാഠം ഉൾക്കൊള്ളുവാനായിട്ട് കഴിയും. हे प्रियो, हम इसमें से एक आत्मिक सच्चाई को समझ सकते हैं. ഒരു ദൈവ പൈതലിന്റെ മതിൽ എന്ന് പറയുന്നത്, കോട്ട എന്ന് പറയുന്നത് അവന്റെ വിശ്വാസത്തിന്റെ ഉറപ്പാണ്, അല്ലെങ്കിൽ വിശ്വാസമാണ് അവന്റെ കോട്ട. एक विश्वासी के संबंध में अगर हम उसकी सुरक्षा के बारे में पढ़ने की कोशिश करें या समझने की कोशिश करें, उसका विश्वास या विश्वास की मजबूती उसके लिए एक बाड़े के रूप में या एक गढ़ के रूप में काम करता है. ഒരു വലിയ സംരക്ഷണമാണത്. वो एक बहुत बड़ा सुरक्षा है. എപ്പോഴൊക്കെ ഈ സംരക്ഷണ ഭിത്തിക്ക് വിള്ളൽ വരുന്നുവോ അവിടെ എല്ലാം നമ്മുടെ ക്രിസ്ത്യജീവൻ പരാജയപ്പെട്ടു പോകും. जब जब ये दीवार के ऊपर किसी भी प्रकार का आक्रमण होता है, हम देखते हैं कि एक मसीही जीवन के ऊपर वो आक्रमण होता है और कई बार वो मसीही जीवन तितर बितर हो सकती है. മനുഷ്യ നിർമ്മിതമായ കോട്ടകളെല്ലാം തകർന്നു പോകും. हम जानते हैं मनुष्य के द्वारा निर्माण किया हुआ सभी प्रकार का बाड़ा जो है वो टूट जाएगा. നിനവെ പട്ടണത്തിന്റെ കോട്ട തകർക്കപ്പെട്ടു. हम जानते हैं कि निनवे का जो बाड़ा था, जो गढ़ था, उसका नाश किया गया. യെരിഹോവിന്റെ മതിൽ തകർക്കപ്പെട്ടു. यरीहो का जो दीवार थे वो टूट गए. അങ്ങനെ എത്രയോ മനുഷ്യ നിർമ്മിതമായ കോട്ടകൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. इस प्रकार मनुष्य के द्वारा बनाए गए कितने सारे गढ़ और कितने सारे दीवार टूट सकते हैं. എന്നാൽ ദൈവം ഒരുക്കിയ കോട്ട, ദൈവം നൽകുന്ന സംരക്ഷണ ഭിത്തി, അത് മാനുഷികമായി തകർക്കപ്പെടാൻ കഴിയുന്നതല്ല. परंतु परमेश्वर जिस प्रकार का सुरक्षा देता है, जिस प्रकार का गढ़ हमारे इर्द गिर्द तैयार करता है, वो मनुष्य जो है वो तोड़ नहीं सकते. എപ്പോഴൊക്കെ നാം തകർക്കപ്പെട്ടു അല്ലെങ്കിൽ പരാജയം സംഭവിച്ചു എന്ന് നമുക്ക് തോന്നുന്നുവോ ആ സന്ദർഭങ്ങളിലൊക്കെ സംഭവിച്ച യഥാർത്ഥ കാര്യം ദൈവം നമുക്ക് നൽകിയ സംരക്ഷണ ഭിത്തിയിൽ എവിടെയോ വിള്ളലുകൾ हम വന്നിട്ടുണ്ടായിരുന്നു. देखते हैं जितनी बार हमें ऐसे लगने लगा था कि हम टूट चुके हैं, हम कमजोर हो चुके हैं, हम आगे नहीं बढ़ सकते हैं, सच्चाई ये है अगर हम जांचे तो वो दीवार जो परमेश्वर ने हमें दिया उसमें कहीं ना कहीं कोई ना कोई खलल जरूर पैदा हुआ होगा. സങ്കീർത്തനങ്ങളൊക്കെ നാം വായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 18ാം സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് യഹോവ എന്റെ രക്ഷയും എന്റെ ശൈലവും എന്റെ കോട്ടയുമാകുന്നു. हम देखते हैं जब भजन पढ़ते हैं, अलग अलग भजन जब पढ़ते हैं, खास करके जब हम भजन 18 पढ़ते हैं, वहां पर इस प्रकार लिखा है, यहोवा मेरा चट्टान, वो मेरा गढ़, वो मेरा छुड़ाने वाला. इस प्रकार के शब्दों को वहां पर हम पढ़ते हैं. നമ്മുടെ വിശ്വാസത്തിന്റെ മതിൽ അല്ലെങ്കിൽ ആ കോട്ടയ്ക്ക് വിള്ളൽ വീണാൽ നമ്മുടെ ക്രിസ്ത്യജീവൻ പരാജയപ്പെടും. अगर हमारे विश्वास की मजबूती को या उस गढ़ में किसी भी प्रकार का कोई खलल पैदा होता है तो हमारा विश्वासी जीवन में खलल पैदा हो सकता है. തിരുവഴുത്തിൽ പ്രത്യേകിച്ച് പുതിയ നിയമ ഭാഗത്ത് വിശ്വാസം എന്ന വാക്കാണ് ഉപയോഗിച്ചതെങ്കിലും
ആ വാക്കിന് പകരമായി പഴയ നിയമത്തിൽ ആശ്രയിക്കുക എന്ന വാക്കാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. हम जानते हैं कि नए नियम में कई जगह पर विश्वास जो शब्द इस्तेमाल किया गया है, परंतु पुराने नियम में जब हम पढ़ने की कोशिश करते हैं उसी विश्वास के शब्द के बदले में हम आसरा शब्द को इस्तेमाल करते हुए देखते हैं। പുതിയ നിയമത്തിൽ ഏതാണ്ട് 300-ലധികം പ്രാവശ്യം വിശ്വാസം, വിശ്വസിക്കുക എന്നൊക്കെയുള്ള വാക്കുണ്ടെന്നാണ് പറയുന്നത്. इस प्रकार कहते हैं कि नए नियम में करीबन 300 बार विश्वास, विश्वास करो, इस प्रकार के शब्द इस्तेमाल किए गए हैं। എന്നാൽ അതേ ആശയം പഴയ നിയമത്തിൽ ആശ്രയിക്കുക എന്നുള്ള വാക്കിനോട് ചേർത്താണ് പലയിടത്തും പറഞ്ഞിരിക്കുന്നത്. परंतु पुराने नियम में कई बार ये आसरा शब्द इस्तेमाल किया गया है इसी वचन को बताने के लिए कि तुम विश्वास करो। യഹോവ നമ്മുടെ രക്ഷകനാണ്, അവൻ നമ്മുടെ കോട്ടയാണ്, അവൻ നമ്മുടെ സങ്കേതമാണ്, അവൻ നമ്മുടെ ശൈലമാണ് എന്നൊക്കെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. हम जानते हैं कि पवित्र शास्त्र हमें यह बताता है कि यहोवा मेरा चट्टान है, वो मेरा गढ़ है, वो मेरा आसरा का जगह है। इस प्रकार के शरणागत है, इस प्रकार के अलग अलग शब्दों को पुराने नियम में इस्तेमाल किया गया है। യെശയ്യാ പ്രവചനം 26-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ യെശയ്യാ 26-ന്റെ 1 एशिया का किताब उसका 26वां अध्याय और उसके पहले वचन को जब हम पढ़ते हैं, അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. वहां पर हम इस प्रकार पढ़ते हैं, അന്നാളിൽ അവർ യഹൂദ ദേശത്ത് ഈ പാട്ട് പാടും, നമുക്ക് ബലമുള്ള ഒരു പട്ടണമുണ്ട്, അവൻ രക്ഷയെ മതിലുകളും കൊത്തളങ്ങളുമാക്കി വയ്ക്കുന്നു. वहां पर इस प्रकार लिखा है कि उस समय यहूदा देश में ये गीत गाया जाएगा, हमारा एक दृढ़ नगर है, उद्धार का काम देने के लिए वो उसकी शहरपना और गढ़ को नियुक्त करता है। ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ചരിത്രപരമായിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് വ്യത്യാസമുണ്ടെങ്കിലും ആശയത്തെയാണ് ഈ പറയുന്ന ആശയം വളരെ 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 പ്രതിപാദ്യമാണ്. हम देखते हैं कि भले ही इसका पृष्ठभूमि कुछ और ही विषयों के बारे में कहता हो, परंतु उसका जो मूल अर्थ है वो वहां पर उसके गढ़ और उसके मजबूती के बारे में बताता है। ദൈവത്തിൽ ആശ്രയിക്കുക അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചും ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. हम देखते हैं कि परमेश्वर के ऊपर विश्वास करना, कि उनके ऊपर हमारा आसरा को रखना, परमेश्वर ये जरूर चाहते हैं। ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു ദൈവഭക്തൻ പറയുന്ന വാക്കാണ് 26-ാം സങ്കീർത്തനത്തിൽ കാണുന്നത്. हम भजन 26 में इस प्रकार परमेश्वर के भक्त को कहते हुए कहते हैं कि मैं नहीं हिलूंगा और परमेश्वर पे आसरा रखता रहूंगा। ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു. मैं नहीं डगमगाऊंगा। നാം സദൃശവാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന് 3-5 നാം ഇങ്ങനെ വായിക്കുന്നു. हम जब Proverbs chapter 3 verse 5 हम जब नीति वचन उसका तीसरा अध्याय और उसके 5वें वचन को पढ़ते हैं, वहां पर हम इस प्रकार पढ़ते हैं, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. तू अपने समझ का सहारा न लेना, वरन संपूर्ण मन से यहोवा पर भरोसा रखना। പ്രിയമുള്ളവരെ, നാം യഹോവയിൽ ആശ്രയിച്ച് ജീവിക്കുവാനായിട്ടാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. प्रियो, परमेश्वर हमारे बारे में यही उद्देश्य रखते हैं कि हम परमेश्वर के ऊपर संपूर्ण आसरा के साथ हमारे जीवन को बिताए। ഇളകാതെ ആശ്രയിക്കണം. इस प्रकार का विश्वास रखे, इस प्रकार का आसरा हो जिसमें कोई डगमगाहट न हो। പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കണം. संपूर्ण हृदय के साथ हम उनके ऊपर आसरा रखें। അത് पुതിയ നിയമ ഭാഷയിൽ പറഞ്ഞാൽ, अगर हम नए नियम के भाषा में इस प्रकार उसे बोलने की कोशिश करें तो നാം വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരിക്കണം. हमारे विश्वास के ऊपर हमें स्थिर रहना है। നാം പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കണം. संपूर्ण हृदय के साथ हमारा विश्वास हो। പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസത്തിന്റെ കോട്ട അത് നമുക്ക് നൽകുന്ന സംരക്ഷണം വളരെ വലിയതാണ്. हे प्रियो, जो विश्वास हमें एक हमारे इर्द गिर्द जो गढ़ तैयार करता है उसका सुरक्षा कहने से ज्यादा है, शब्दों से ज्यादा है। ഈ വിശ്വാസം തന്നെ പല നിലയിലുണ്ട് എന്നുള്ള തിരുവചനം നമ്മൾ പഠിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് പുതിയ നിയമഭാഗങ്ങളിൽ. परमेश्वर का शास्त्र, खास करके नया नियम, हमें ये पढ़ाने की कोशिश करते हैं कि विश्वास ही अलग अलग प्रकार के हैं। കർത്താവിനെ അനുഗമിച്ച ശിഷ്യന്മാരിൽ തന്നെ, അല്ലെങ്കിൽ കർത്താവ് തെരഞ്ഞെടുത്ത ആളുകളിൽ തന്നെ വിശ്വാസത്തിൽ വ്യത്യസ്തതയുള്ളവരുണ്ടായിരുന്നു. हम जानते हैं कि जिन लोगों को प्रभु यीशु मसीह ने चुना था, उन लोगों में ही उनके विश्वास में अलग अलग प्रकार के विश्वास करने वाले लोग थे। ചിലരെ കർത്താവിന്റെ അടുക്കിലേക്ക് വന്ന് ചിലരെ കണ്ടിട്ട് കർത്താവ് പറഞ്ഞ വാക്കുകൾ വളരെ പ്രസക്തമാണ്. हम जानते हैं कुछ लोगों के साथ जब प्रभु यीशु मसीह रूबरू हुए और उन लोगों के साथ जिन वचनों को प्रभु ने कहा वो काफी प्रसिद्ध वाक्य है। അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് നാം മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ വായിക്കുന്ന കഫർനഹൂമിലെ ശതാധിപനെ കുറിച്ച് കർത്താവ് പറഞ്ഞ വാക്ക്. हम देखते हैं मत्ती रचित सुसमाचार उसके 8वें अध्याय में जिस व्यक्ति के बारे में वहां पर कहा गया वो काफी प्रसिद्ध एक वचन है। ബാല്യക്കാരൻ ഒരുത്തൻ പക്ഷപാതം പിടിച്ച് വളരെ കാലമായി വളരെ വളരെ വേദനയോടുകൂടെ വീട്ടിലായിരിക്കുന്നു.
हम जानते हैं कि कोढ़ी बीमार के वजह से काफी समय से एक व्यक्ति वहां पर अपने अपने घर में वास कर रहे थे। ഈ ശതാധിപൻ കർത്താവിന്റെ അടുക്കൽ ചെല്ലുകയാണ്. ये सूबेदार जो है प्रभु यीशु मसीह के पास जाते हैं। കർത്താവിനോട് ശതാധിപൻ പറയാണ്, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ അയോഗ്യനാണ്. इस प्रकार वो कहते हैं प्रभु यीशु मसीह से कि तू मेरे घर पे आए, इसके लिए मैं अयोग्य हूं। നീ ഇവിടെ നിന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. अगर तू जिस स्थान में खड़ा है उस स्थान से ही मेरे सेवक के लिए बोल दे, कुछ शब्द बोल दे, वो काफी है, वो ठीक हो जाएंगे। അതിനെ തുടർന്ന് ശതാധിപൻ ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. കർത്താവും उसके ശതാധിപനുമായുള്ള ഒരു സംഭാഷണം ഇവിടെ നടക്കുന്നുണ്ട്. उसके बाद हम देखते हैं वो सूबेदार और प्रभु यीशु मसीह के बीच में कुछ बातचीत होती है, जिसके बारे में यहाँ लिखा गया है। ആ സംഭാഷണത്തിൽ ശതാധിപൻ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് കർത്താവ് പറയാണ്, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. और इस प्रकार जो सूबेदार के शब्द सुनने पर बातचीत होने के बाद प्रभु यीशु मसीह इस प्रकार कहते हैं, इजराइल में ऐसा बड़ा विश्वास मैंने कहीं नहीं देखा। ഈ ശതാധിപന്റെ വലിയ വിശ്വാസത്തെ കർത്താവ് അനുമോദിക്കുകയാണ്, ശ്ലാഘിക്കുകയാണ് ഇവിടെ. हम देखते हैं कि सूबेदार का जो विश्वास था उसकी प्रशंसा करते हुए प्रभु यीशु मसीह वहां पर बात करते हैं। 14-ാമത്തെ അധ്യായത്തിൽ മത്തായിയുടെ സുവിശേഷം തന്നെ 14-ാമത്തെ അധ്യായത്തിൽ मत्ती रचित शुभ समाचार उसके 14वें अध्याय में जब हम आते हैं, അവിടെ പടകിൽ ശിഷ്യന്മാർ യാത്ര ചെയ്യാണ്. वहां पर हम जानते हैं कि नाव में शिष्य जो है वो यात्रा कर रहे हैं। അവര് വെളുപ്പായപ്പോഴാണ് 4-ാം യാമത്തിലാണ് കർത്താവ് കരയ്ക്ക് നിൽക്കുന്നത് കണ്ടത്. हम देखते हैं कि सवेरे भोर के वक्त उन्होंने प्रभु यीशु मसीह को किनारे में खड़े हुए देखा। വെള്ളത്തിന്മേൽ നിൽക്കുന്ന കർത്താവിന്റെ അടുക്കിലേക്ക് പത്രോസ് ചെല്ലാൻ ഒരു ആഗ്രഹം. जो जो नदी के ऊपर खड़े उस पानी के ऊपर खड़े उस प्रभु यीशु मसीह के करीब जाने के लिए पतरस के मन में एक इच्छा पैदा होती है। പത്രോസ് കർത്താവിന്റെ അടുക്കിലേക്ക് വെള്ളത്തിന്റെ മീതെ നടന്നു പോകാൻ തുടങ്ങുകയാണ്. हम देखते हैं कि पतरस जो है वही जल के ऊपर जहां पर प्रभु यीशु मसीह खड़े हैं वहां पर चल के जाने का प्रयास करते हैं, वो चलना शुरू करते हैं। എന്നാൽ ആ സമയത്തുള്ള കാറ്റും കോളും കണ്ട് പത്രോസ് പേടിച്ചുപോയി. और परंतु हम इस प्रकार पढ़ते हैं कि वहां पर उस तूफान को देखकर और उस हवा को बहते हुए देखकर पतरस जो है वो डर गया താൻ മുങ്ങാൻ തുടങ്ങി. और डगमगाते हुए वो डूबने लगा। പത്രോസ് നിലവിളിച്ചു. पतरस चिल्लाकर आवाज देने लगा। ആ സമയത്ത് കർത്താവ് പത്രോസിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. वहां पर पतरस के सामने प्रभु यीशु मसीह इस प्रकार के सवाल को रखते हैं। ചോദിക്കുകയാണ്, നീ അല്പവിശ്വാസം, നിന്റെ അല്പവിശ്വാസം, നീ എന്താ അല്പവിശ്വാസിയെ, നീ സംശയിച്ചതെന്ത്? और वहां पर प्रभु यीशु मसीह इस प्रकार सवाल करते हैं, तू हे अल्पविश्वासी, तूने इस प्रकार का शंका किस प्रकार कैसे रखा? പത്രോസിന്റെ അല്പവിശ്വാസത്തെ ദൈവം കർത്താവ് ചൂണ്ടിക്കാണിക്കുകയാണ്. वहां पर प्रभु यीशु मसीह ये सवाल पूछते हुए उनके विश्वास को सवाल करते हैं, उसके संदेह को सामने रखकर उसके ऊपर सवाल रखते हैं। മറ്റൊരു ശിഷ്യനായ തോമസിനോട് കർത്താവ് പറയാണ്, दूसरे एक शिष्य के बारे में पढ़ते हैं, थोमा के बारे में। അവന്റെ അവിശ്വാസത്തെയാണ് കർത്താവ് ചോദ്യം ചെയ്തത്. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം. यूहन्ना का सुसमाचार उसके अध्याय 20 में उनके विश्वास के ऊपर सवाल उठाया जाता है। തോമസ് പറഞ്ഞു, ഞാൻ അവന്റെ തോളിൽ കൈയിട്ടിട്ടല്ലാതെ, അവന്റെ വിലാപ്പുറത്ത് കൈയിട്ടിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞ തോമസിനോട് കർത്താവ് പിന്നീട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവന്റെ അവിശ്വാസത്തെ ചോദ്യം ചെയ്യുകയാണ്. थोमा जो कहता है कि जब तक मैं उसके छिदे हुए पंजे में अपना उंगली नहीं डाल दूं तब तक मैं विश्वास नहीं करूंगा, उस थोमा के सामने जब प्रभु यीशु मसीह वापस प्रकट होते हैं तो वो कहते हैं, वो थोमा के सामने उसके विश्वास के संबंध में सवाल उठाते हैं। അവിശ്വാസം, നീ അവിശ്വസിക്കാതെ വിശ്വസിക്കാം. तू अविश्वास न करते हुए विश्वास कर। കർത്താവ് നമ്മുടെ വിശ്വാസത്തെ വിലയിരുത്തുന്നതാണ് അർത്ഥം. हे प्रियो, प्रभु हमारे विश्वास का माप रखता है। നമ്മുടെ വലിയ വിശ്വാസത്തെ കർത്താവ് കാണും. हमारे बड़े विश्वास को वो देखते हैं। നമ്മുടെ അല്പവിശ്വാസത്തെ കർത്താവ് അളക്കും. और हमारे अल्प विश्वास को भी परमेश्वर जांचते हैं। നമ്മുടെ അവിശ്വാസത്തെയും ദൈവം മനസ്സിലാക്കും. और हमारे अविश्वास को भी परमेश्वर जांचने की और नापने की कोशिश करते हैं। പ്രിയമുള്ളവരെ, നമ്മുടെ അവിശ്വാസവും അല്പവിശ്വാസവുമാണ് വളരെ വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ ദൈവത്തിന് കഴിയാതിരിക്കുന്നത്. हमारा अविश्वास और हमारा अल्प विश्वास के कारण परमेश्वर अपने महान कार्यों को हमारे जीवन में नहीं कर पाता। അവിശ്വാസ നിമിത്തമാണ് കഫർന്നഹൂമിലും ബേത്സയിദിലും ഒക്കെ കൂടുതൽ വീര്യപ്രവൃത്തികൾ ചെയ്യാൻ കർത്താവിന് കഴിയാതിരുന്നത്. हम देखते हैं कि अविश्वास के कारण ही कफरनहूम में हो या बेतसदा में हो, इन सारे जगहों पर परमेश्वर अपने महान कार्यों को नहीं कर पाए।
അവരുടെ അവിശ്വാസ നിമിത്തം കർത്താവിന് കൂടുതൽ വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ ആ പട്ടണങ്ങളിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ അവിശ്വാസ നിമിത്തം അല്പവിശ്വാസ നിമിത്തം കർത്താവിന് അനേക പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല എന്ന് നാം ഓർക്കണം. हे प्रियो, ये याद रखना जरूरी है, जब उन शहरों में प्रभु उनके अल्प विश्वास या अविश्वास के वजह से बड़े बड़े कार्य नहीं कर पाए, हमें ये समझना भी जरूरी है हमारे जीवन में हमारे अल्प विश्वास और अविश्वास की वजह से प्रभु अपने बड़े बड़े कामों को नहीं कर पाते. പ്രിയമുള്ളവരെ, അവിശ്വാസവും അല്പവിശ്വാസവും ഒക്കെ കൊണ്ട് പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിന്റെ കോട്ടയ്ക്ക് വിള്ളൽ വന്നിരിക്കുകയാണ്. हे प्रियो, कई बार ये अल्प विश्वास और अविश्वास की वजह से हमारा जो विश्वास का गढ़ है, हमारा जो दीवार जो हमने इर्द गिर्द बांध के रखा है, उसमें छेद गिरने शुरू हो जाते हैं, उसमें खलल पैदा हो जाता है. നാം വിളിക്കപ്പെടുന്ന പേര് വളരെ മനോഹരമാണ്. जो नाम के साथ हम खुद को संबोधित करते हैं वो तो बहुत सुंदर है. വിശ്വാസികൾ എന്നാണ് പേര്. नाम तो विश्वासी है, എന്നാൽ പലപ്പോഴും ഈ വിശ്വാസത്തിന്റെ അളവിൽ വ്യതിയാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. परंतु हम इस प्रकार देखते हैं कि विश्वास के अंक में, विश्वास के नाप में कई बार वो ऊपर और नीचे, कई बार वो खलल पैदा हो जाता है. പ്രിയമുള്ളവരെ, എന്താണ് ഇതിന് കാരണമെന്ന് അറിയാമോ? क्या आप जानते हैं उसका कारण क्या है? പല കാരണങ്ങളും പറയാൻ കഴിയെങ്കിലും ഈ ചിന്തിച്ചു വന്ന വിഷയത്തോട് ചേർത്ത് ഒരു കാര്യം ഞാൻ ഇങ്ങനെ പറയട്ടെ. भले ही बहुत सारे कारण इसके संबंध में हम देख सकते हैं, परंतु जो वचन हम पढ़ रहे हैं उसके संबंध में मैं आपके सामने एक कारण रखना चाहता हूं. നാം ചില മനുഷ്യനിർമ്മിത കോട്ടകളിൽ ആശ്രയിക്കുന്നവരാ. അതാ ഇതിന്റെ കാര്യം. उसका कारण यह है कि कई बार हम इंसानों के द्वारा बनाए गए कुछ गढ़ों के बीच में वास करते हैं. ചില മാനുഷിക കോട്ടകളുടെ, മനുഷ്യനിർമ്മിതമായ കോട്ടകളുടെ സംരക്ഷണ വലയത്തിലാണ് നാം എന്നുള്ള ചിന്ത ദൈവത്തോടുള്ള വിശ്വാസത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്നു. कई बार इस प्रकार के मनुष्य के द्वारा बनाए हुए उस बाड़े के बीच में हम खुद को इतना ज्यादा सुरक्षित महसूस करते हैं कि हमें परमेश्वर के उस बाड़े की जरूरत कई बार नहीं लगती. നമ്മുടെ സാമ്പത്തികമായിരിക്കുന്ന ആ ഒരു പ്രത്യേക സാഹചര്യം, हाँ, कई बार हमारा धन हो सकता है जो हमारे इर्द गिर्द बाड़े का काम करता हो. നമുക്ക് ഉള്ള മറ്റു ചില ഭൗതിക കാര്യങ്ങൾ, हो सकता है हमारे भौतिक अलग अलग दूसरे विषय क्यों ना हो, वो हमारे लिए बाड़े का काम करता हो. നമ്മുടെ മക്കളുടെ ജോലി, हमारे बच्चों का जो काम है, जिस व्यवसाय में वो लगे हुए हैं, वो एक दीवार के समान काम करता होगा. ഇങ്ങനെയുള്ള ഒത്തിരി ഭൗതിക കാര്യങ്ങൾ നമുക്കുള്ളത് കൊണ്ട്, സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് മാനുഷിക അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായ ഈ കോട്ടകൾ മതിയെന്നുള്ള ചിന്തയാണ് നമ്മെ ഭരിക്കുന്നത്. कई बार इस प्रकार का बाड़ा हमारे इर्द गिर्द तैयार हो चुका है, इसलिए हम इसमें अपने सुरक्षा को पाने की कोशिश करते हैं और परमेश्वर या विश्वास का बाड़े से हम दूर होने की कोशिश करते हैं. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നത് നാം ദൈവത്തിൽ ആശ്രയിക്കുവാൻ, ദൈവിക പ്രമാണങ്ങളിലുള്ള വിശ്വാസം മുറുകെ പിടിക്കുവാൻ നമുക്ക് കഴിയാത്തതുകൊണ്ടാണ്. हे प्रियो, कई बार हम हमारे मसीही जीवन में पराजित इसलिए हो जाते हैं क्योंकि परमेश्वर के सिद्धांत, परमेश्वर के वचन, उसमें हम कई बार हमारे पकड़ को ढीला कर देते हैं. പലപ്പോഴും സംശയവും അവിശ്വാസവും നമ്മെ പിന്നോട്ട് കൊണ്ടുപോവുകയാണ്. कई बार शंका, संदेह, इस प्रकार का अल्प विश्वास जो है हमें पीछे लेके जाने की कोशिश करता है. പത്രോസ് സംശയിച്ചതുപോലെ നാം സംശയിക്കുകയാണ്. कई बार पतरस के समान हम भी शंका रखते हैं. തോമസ് അവിശ്വസിച്ചതുപോലെ നാം അവിശ്വസിക്കുകയാണ്. कई बार थॉमस अविश्वास जिस प्रकार उसने रखा, उस प्रकार हम भी अविश्वासी बन जाते हैं. തിരുവെഴുത്ത് നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. पवित्र शास्त्र हमसे एक शब्द कहता है, നമ്മുടെ സംശയവും അവിശ്വാസവും ദൈവത്തോടുള്ള മത്സരമാണെന്ന് തിരുവെഴുത്ത് പറയുന്നത്. परमेश्वर का शास्त्र हमें कहता है कि हमारा अल्प विश्वास और अविश्वास परमेश्वर के साथ का मुठभेड़ है. സംഖ്യാപുസ്തകം 14-ാം അധ്യായം 9-ാം വാക്യം വായിച്ചാൽ, गणतियों का किताब उसका 14वां अध्याय और उसके 9वें वचन को अगर हम पढ़े, അവിടെ യഹോവയായ ദൈവം പറയുന്നത്, നിങ്ങൾ യഹോവയോട് മത്സരിക്കുക മാത്രം ചെയ്യരുത്. यहाँ पर प्रभु यीशु मसीह इस प्रकार कहते हैं कि तुम मेरे विरोध में कभी किसी प्रकार का स्पर्धा या किसी प्रकार का मुठभेड़ ना रखे. അവിടെ വിവരിച്ചിരിക്കുന്ന ചരിത്രം വായിച്ചാൽ നമുക്കറിയാം അവരുടെ ഉള്ളിലുണ്ടായ സംശയവും മത്സരവും. हम देखते हैं कि अगर हम देखते हैं कि अगर उसकी पृष्ठभूमि को पढ़े, हम देख सकते हैं कि वहां पर उनके बीच में वो संदेह और शंका को हम देख सकते हैं. നിങ്ങൾ യഹോവയോട് മത്സരിക്കുക മാത്രം ചെയ്യരുത്. हम परमेश्वर के विरोध हम ना खड़े रहे. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള അവിശ്വാസവും സംശയവും ഉണ്ടെങ്കിൽ നാം യഥാർത്ഥത്തിൽ ദൈവത്തോട് മത്സരിക്കുകയാണ്. हे प्रियो, अगर हमारे जीवन में इस प्रकार का अल्प विश्वास या अविश्वास या संदेह अगर हमारे जीवन में है, तो सच मानो हम परमेश्वर के विरोध में मुठभेड़ कर रहे हैं. നമുക്കറിയാം, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല.
हम ये भी जानते हैं परमेश्वर का शास्त्र हमसे कहता है विश्वास के अलावा कोई ऐसा तरीका नहीं कि हम परमेश्वर को प्रसन्न कर सके। നമ്മുടെ വിശ്വാസത്തിന്റെ കോട്ട നമുക്ക് സംരക്ഷിക്കുവാൻ ആവശ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. हे प्रियो, ये जरूरी है कि हम हमारे विश्वास के गढ़ को तंदुरुस्त रखें, उसे मजबूत रखें। ഒരുപക്ഷെ കാലികമായി നാം നേരിടുന്ന പ്രതിസന്ധികൾ നമ്മെ ഒരു പരിധിവരെ തളർത്തിയെന്ന് വരാം. हो सकता है वर्तमान के कुछ परिस्थितियों की वजह से हम एक ऐसे पल में आ जाए कि खुद को हम कमजोर और खुद को हम निर्बल महसूस करने लगे। രോഗമോ പ്രയാസമോ വരുമ്പോൾ ഒരുപക്ഷെ നാം ക്ഷീണിച്ചു പോയെന്ന് വരാം. कई बार जब बीमारियां और इस प्रकार के जो परेशानियां हमारे जीवन में आते हैं तो उस वक्त हम कमजोर खुद को महसूस करने लगे। നാം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു വരുന്ന കാര്യങ്ങൾ സാധിക്കാതെ വന്നാൽ ഒരുപക്ഷെ നാം ക്ഷീണിച്ചു പോയെന്ന് വരാം. ऐसा हो सकता है हम खुद को कमजोर महसूस करने लगे जब बहुत प्रार्थना करने के बावजूद भी हमारे प्रार्थना का कोई जवाब हमारे सामने ना हो। ഇതൊക്കെ മാനുഷികമായി സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. ये सब कुछ इंसानी रूप में सोचो तो पूरा होगा या संभव होने वाली चीजें हैं। എന്നാൽ ഇതിനെല്ലാം അതിജീവിക്കുവാൻ കഴിയുന്ന സമാധാനവും ധൈര്യവും ബലവും കർത്താവ് നമുക്ക് നൽകുന്നുണ്ട്. परंतु परमेश्वर हमें एक ऐसा शांति देता है कि इन सब के ऊपर हम विजय पाकर आगे बढ़ सके। അതുകൊണ്ടാണ് ഒരു ദൈവഭക്തൻ പറയുന്നത്, യഹോവ എന്റെ രക്ഷയും എന്റെ ബലവും എന്റെ ശൈലവും ഞാൻ ആശ്രയിക്കുന്ന പാറയും എന്റെ കോട്ടയുമാകുന്നു. और इसलिए हम देखते हैं परमेश्वर का भक्त इस प्रकार कहता है कि वही मेरा चट्टान है, वही मेरा गढ़ है, वही मेरा छुड़ाने वाला है, वही मेरा ईश्वर है, वही मेरा शरणागत है, वही मेरा सब कुछ है। इस प्रकार के शब्द हम उस भक्त के मुंह से सुनते हैं। പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഈ ഭാഗം അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. हे प्रियो, आज शाम के वक्त मैं मेरे वचनों को, मेरे शब्दों को इस प्रकार बोलकर यहाँ पर मैं समाप्त करना चाहूंगा। നാം ഭൗതികമായിരിക്കുന്ന കോട്ടകളിൽ ആശ്രയിക്കാതെ നാം വിശ്വാസത്തിന്റെ കോട്ട, ദൈവാശ്രയത്തിന്റെ കോട്ട ബലപ്പെടുത്തി മുമ്പോട്ട് പോകാനായിട്ട് ഇടയായിട്ട് തീരണം. हे प्रियो, हम हमारे भौतिक बाड़ों के बीच में या दीवारों के बीच में न रहते हुए, उसे मजबूत न करते हुए, आत्मिक दीवारों के बीच में रहकर उसे मजबूत करते, हमारे विश्वास को मजबूत करते हुए हम आगे बढ़े। നല്ല പോര് പൊരുത വിശ്വാസം കാത്ത് ഓട്ടം തികയ്ക്കുന്നവർക്കാണ് ജീവന്റെ കിരീടം കർത്താവ് വെച്ചിരിക്കുന്നത്. परमेश्वर का शास्त्र ये कहता है कि परमेश्वर ने वो मुकुट उनके लिए रखा है जिन्होंने अपने लड़ाई को ढंग से लड़ा हो, जिन्होंने अपने दौड़ को पूरा किया हो। നമ്മുടെ കോട്ട കാത്തുകൊള്ളുക. हमारे गढ़ को, उसकी हमारे गढ़ की सुरक्षा हम उसको मजबूत हम करें। വിശ്വാസത്തിന്റെ കോട്ട കാത്തുകൊള്ളുവാനായിട്ട് ഇടയായിട്ട് തീരട്ടെ. ये बहुत जरूरी है कि विश्वास के उस गढ़ का रखवाली हम खुद करें। കാണാത്തതിൽ ഉള്ള ആശ്രയമല്ല, ഈ നശിച്ചു പോകുന്നതിലുള്ള ആശ്രയമല്ല. एक ऐसे विषय या वस्तु के ऊपर आसरा नहीं जो नाश हो जाने वाला है, ഭൗമികമായിരിക്കുന്ന കാര്യങ്ങളിലല്ല, जो भौतिक है, जो इस दुनिया का है, ऐसे विषयों के ऊपर नहीं। ദൈവാശ്രയത്തിൽ, ദൈവിക പ്രമാണങ്ങളുടെ വിശ്വാസത്തിൽ നാം ആശ്രയിച്ച് ജീവിക്കുവാനായിട്ട് ഇടയായിട്ട് തീരട്ടെ. परंतु परमेश्वर के बातों के ऊपर, परमेश्वर के शास्त्रों और उनके द्वारा लिखे हुए वचनों के ऊपर हम आसरा रखकर आगे बढ़े। അങ്ങനെ നാം കോട്ട കാത്തുകൊള്ളാൻ ഇടയായി തീർന്നാൽ, अगर इस प्रकार हमने हमारे इर्द गिर्द के उस विश्वास के गढ़ को, उस विश्वास के दीवार को संभाला तो, ശക്തമായ ആത്മീയ ജീവിതം ജീവിക്കുവാൻ കഴിഞ്ഞാൽ, और एक बहुत ही अच्छा संपूर्ण आत्मिक जीवन अगर हम बिता पाए तो, നമുക്ക് എതിരെ കയറി വരുന്ന ഏത് സംഹാരകനെയും പരാജയപ്പെടുത്തുവാൻ നമുക്ക് കഴിയും. हे प्रियो, हमारे खिलाफ आने वाला भले ही किसी भी प्रकार का कोई भी संहारक क्यों ना हो, उसके ऊपर हम विजय प्राप्त कर सकते हैं। നമുക്കെതിരെ സംഹാരകർ ഒരുപക്ഷെ ജയമെടുക്കുവാനായിട്ട് ശ്രമിച്ചു എന്ന് വരാം. हो सकता है ऐसे लोग हमारे खिलाफ खड़े हो, जो हमारे खिलाफ खड़े होकर हमारे ऊपर विजय प्राप्त करने की कोशिश करें। പിശാച് അല്ലെങ്കിൽ പരീക്ഷകൻ നമ്മെ പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്ന് വരാം. ऐसा मुमकिन है कि शैतान अपने दूतों के साथ हमारे ऊपर धावा बोल दे। നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ ഭൗതിക സാഹചര്യങ്ങൾ നമ്മെ തളർത്തുവാൻ ശ്രമിച്ചു എന്ന് വരാം. ये मुमकिन है कि इस संसार में जहां पर हम जीते हैं, वहां पर हमारा भौतिक सोच विचार जो है हमें कमजोर बना दे। ആ സന്ദർഭങ്ങളിലെല്ലാം നമ്മുടെ കോട്ട കാത്ത് നമുക്ക് വിശ്വാസത്തിലൂടെ നിലനിൽക്കുവാൻ ഇടയായിട്ട് തീരട്ടെ. ऐसे परिस्थितियों में हम ये मुमकिन करें, हमारे इर्द गिर्द हमारे विश्वास का जो बाड़ा है, जो गढ़ है, उसे तंदुरुस्त रखते हुए, उसे मजबूत रखते हुए हम हमारे मसीही जीवन को आगे बिताएं। ഇന്ന് രാത്രിയിൽ ദീർഘക്ഷമയും മഹാദയമുള്ള അതോടൊപ്പം തീഷ്ണതയോടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ ഇടയായിട്ട്. हे प्रियो, आज शाम के वक्त हमने एक ऐसे परमेश्वर के बारे में समझा, पढ़ा, जो
कृपालु है, जिसका दया अपरंपार है, साथ ही साथ वो एक न्यायी और गंभीर परमेश्वर है। മാത്രമല്ല വിശ്വാസത്തിന്റെ കോട്ട തകരാതെ സൂക്ഷിക്കാനുള്ള ആവശ്യകതയെക്കുറിച്ച് നാം അല്പമായി ചിന്തിക്കുവാനിടയായിട്ട് തീർന്നു. केवल इतना ही नहीं, बहुत ही संक्षिप्त रूप में हमने ये भी समझा कि हमारे विश्वास का गढ़, वो दीवार को हम टूटने ना दे। ഇന്ന് നാം പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നതിനിടയായി തീരട്ടെ. ഈ വചനം കേട്ട പ്രിയപ്പെട്ടവരുടെ എല്ലാവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ആവശ്യമായിരിക്കുന്ന ആലോചന നൽകി വരുന്ന നാളുകളിൽ ക്രിസ്തീയ ജീവിതത്തിന് വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് പ്രയോജനപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. पढ़े हुए इस वचन के द्वारा हम सबके जीवन में, खास करके आत्मिक जीवन में बढ़ोतरी हो। केवल इतना ही नहीं, शाम को इस प्रकार इकट्ठा होकर हम मेरे इन वचनों को सुनने वाले सभी लोगों के ऊपर परमेश्वर का आशीष हो और परमेश्वर सहायता और मदद करे कि आने वाले दिनों में हम आत्मिक रूप में और भी ज्यादा आगे बढ़े। प्रभु के नाम की स्तुति और महिमा हो।